Good morning. Okay, ഇപ്പൊ നമ്മള് മെഡിക്കൽ റെക്കോർഡ്സ് അല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നേ? എവിടെ വരെയാ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തു നിർത്തിയത്? സ്പെഷ്യൽ കൺസേൺസ് പറഞ്ഞില്ലേ? 1 minute. Okay, എവിടെ വരെയാ എടുത്തു നിർത്തിയത്? കഴിഞ്ഞ ക്ലാസ്സിൽ കൺസേൺ ഓഫ് റിലീസ് ഓഫ് ഇൻഫർമേഷൻ പറഞ്ഞില്ലേ? സ്പെഷ്യൽ കൺസേൺ പറഞ്ഞില്ലേ? സ്പെഷ്യൽ കൺസേൺസ്. ഓക്കെ, ഇനി ക്ലിനിക്കൽ ഡേറ്റ സ്റ്റാർട്ട് ചെയ്യണം അല്ലെ? ഓക്കെ, പറഞ്ഞത് ക്ലിയർ ആണോ? എടുത്തു നിർത്തിയത് വരെയും ക്ലിയർ ആണോ? ഓക്കെ, ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ക്ലിനിക്കൽ ഡേറ്റാസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പൊ കുറച്ച് ക്ലിനിക്കൽ ഡേറ്റാസ് നമ്മൾ ഹോസ്പിറ്റലിൽ സൂക്ഷിക്കേണ്ടതായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടതായിട്ടൊക്കെ ഉണ്ട്. അപ്പൊ അത് കുറച്ച് ലെങ്തി ആയിട്ട് കുറച്ച് എണ്ണമുണ്ട്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് അധികം എണ്ണങ്ങൾ നമ്മളിവിടെ പഠിക്കുന്നുണ്ട് കേട്ടോ. അതിലൊന്നാമത് അഡ്മിഷൻ. ജസ്റ്റ് മിസ് ഇപ്പൊ പേര് പറയുന്നു പോകുന്നേ ഉള്ളൂ. ഓരോന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. അപ്പൊ അതിൽ പ്രധാനപ്പെട്ടവ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് വായിച്ചു വെച്ചാൽ മാത്രം മതി. അത് ഓരോന്നും നമ്മൾ എക്സ്പ്ലെയിൻ പറയുന്നുണ്ടല്ലോ. Admission discharge record, clinical medical history, physical examination, physician's order, progress note, pathology report, radiology report, electrocardiograph report, consultation report, operative data, anesthesia report, recovery room data, then operative report, nursing data, nurses notes, TPR graphic chart, medication sheet, diet chart, physical therapy report, respiratory therapy report, miscellaneous report, laboratory reports ആണ് discharge summary. ഇത്രയും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിലെ പ്രധാനപ്പെട്ടവയെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. അതിൽ ആദ്യത്തേതാണ് അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റെക്കോർഡ്. ജസ്റ്റ് നിങ്ങൾ അതൊന്ന് 23 എണ്ണം ഉണ്ട്, അതൊന്ന് വായിച്ചു വെച്ചാൽ മതി കേട്ടോ. അപ്പൊ ഓരോന്നും പഠിക്കുമ്പോൾ നമുക്ക് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി കവർ ചെയ്ത് പോകുന്നുണ്ട്. അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റെക്കോർഡ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റെക്കോർഡിൽ പറയുന്നത്? ഇൻക്ലൂഡ് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഡയഗ്നോസിസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. എന്തൊക്കെയായിരിക്കും? ആ പേഷ്യന്റിന് കൊടുത്തിട്ടുള്ള രോഗനിർണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, അതുപോലെ അവർക്ക് കൊടുത്തിട്ടുള്ള പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ നടപടിക്രമങ്ങള് മുതലായവയുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റുകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ ദ അറ്റൻഡിംഗ് ഫിസിഷ്യൻ ഈസ് ലയബിൾ ഫോർ ഗിവിംഗ് ആൻഡ് ഒതന്റിക്കേറ്റിംഗ് ദ ഇൻഫർമേഷൻ. ആ പേഷ്യന്റിനെ ആരാണോ അറ്റൻഡ് ചെയ്യുന്നത് അല്ലെ, ആരാണോ അവർ അറ്റൻഡ് ചെയ്യുന്നത് ആ ഫിസിഷ്യൻ ആയിരിക്കും, അവരെ നോക്കുന്ന അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ആ ഫിസിഷ്യൻ ആയിരിക്കും എന്തിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത്. ഈ പറയുന്ന എല്ലാ ഇൻഫർമേഷൻസും പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും വളരെ ആധികാരികതയോടെ കൂടി കീപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഒരു ബാധ്യത ആ ഫിസിഷ്യൻ അറ്റൻഡ് ചെയ്യുന്ന ആ ഒരു ഫിസിഷ്യൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. All diagnosis and procedures may well written in full without symbols and abbreviations. ഇനി ഈ പറയുന്ന ഈ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്ചാർജുമായി ബന്ധപ്പെട്ട അവർക്ക് എന്തൊക്കെ ഡയഗ്നോസിസ് ചെയ്തിട്ടുണ്ടോ, എന്തൊക്കെ പ്രൊസീജിയേഴ്സ് കൊടുത്തിട്ടുണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ടും ആധികാരികമായിട്ടും അതിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ഈ എല്ലാ ഡയഗ്നോസിസും അവർക്ക് കൊടുത്ത നടപടിക്രമങ്ങളും ഒക്കെ എങ്ങനെയായിരിക്കണം രേഖപ്പെടുത്തേണ്ടത്? ഒരു സിമ്പിളോ കാര്യങ്ങളോ ഉപയോഗിച്ചല്ല, അല്ലെങ്കിൽ അബ്രീവിയേഷൻസ് ചുരുക്കി എഴുതുന്ന രീതിയിലൊന്നും ആയിരിക്കരുത് ഇത് തയ്യാറാക്കുന്നത്. എന്ത് ചെയ്യണം? ഫുൾ റിട്ടൺ ഫോമിലായിരിക്കണം. പൂർണ്ണമായിട്ടും എഴുതി തയ്യാറാക്കുന്ന രീതിയിൽ, പൂർണ്ണമായി എഴുതിയ ഒരു ഫോമിലായിരിക്കണം. അല്ലാതെ സിമ്പിളുകൾ ഉപയോഗിച്ചോ അബ്രീവിയേഷൻസ് ഉപയോഗിച്ചോ ഒന്നും ചെയ്യാതെ പൂർണ്ണമായിട്ടും എഴുതിയ രീതിയിലായിരിക്കണം ഇത്
കീപ്പ് ചെയ്യേണ്ടത്. അപ്പൊ അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റെക്കോർഡുമായി ബന്ധപ്പെട്ട് അഡ്മിഷനുമായി ബന്ധപ്പെട്ട പ്രാഥമിക കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഡിസ്ചാർജുമായി ബന്ധപ്പെട്ടും ഉണ്ടാവും. അതല്ലാതെ ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്? പേഷ്യൻസിന്റെ രോഗനിർണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അവർക്ക് കൊടുത്ത പ്രൊസീജിയേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ ആധികാരികതയോടുകൂടി നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ബാധ്യസ്ഥത ആ അറ്റൻഡിംഗ് ഫിസിഷ്യൻ ആയിരിക്കും. ഈ അറ്റൻഡിംഗ് ഫിസിഷ്യൻ ഇത് തയ്യാറാക്കുന്ന സമയത്ത് അവർക്ക് കൊടുത്തിരിക്കുന്ന ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും വളരെ അബ്രീവിയേറ്റഡ് ഫോമിലോ അല്ലെങ്കിൽ എന്താണ് സിമ്പിളിന്റെ ഫോമിലോ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. മറിച്ച് എല്ലാം പൂർണ്ണമായ രീതിയിൽ എഴുതിയ രീതിയിലായിരിക്കണം വെക്കേണ്ടത്. ക്ലിയർ ആണോ? അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റെക്കോർഡ് എന്താണിത് റിപ്ലൈ ചെയ്യാതെ? മനസ്സിലായോ? ഓക്കെ. അടുത്തത് മെഡിക്കൽ ഹിസ്റ്ററി. നമുക്കറിയാം അല്ലെ, മെഡിക്കൽ ഹിസ്റ്ററി നമ്മൾ കേൾക്കുന്ന ഒരു ടേമാണ്. മെഡിക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇതെല്ലാം നമുക്ക് സിമ്പിൾ ആണ് കേട്ടോ. നമുക്ക് എല്ലാം പരിചയമുള്ള ടേം ആയതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് അതിനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. മെഡിക്കൽ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ the data physician uses to establish a preliminary provisional diagnosis on which to base the treatment of the patient. എന്താ ഒരു മെഡിക്കൽ ഹിസ്റ്ററി കിട്ടിയാൽ ആ ഫിസിഷ്യന് അവർക്കൊരു ബേസ് കിട്ടും. ആ ഒരു പേഷ്യന്റിനെ കുറിച്ച് ഒരു അടിസ്ഥാന വിവരം കിട്ടും അല്ലെ? കിട്ടോ? ഒരു ഫിസിഷ്യന് ഒരു മെഡിക്കൽ ഹിസ്റ്ററി, ഒരു പേഷ്യന്റിനെ കുറിച്ചുള്ള ഒരു മെഡിക്കൽ ഹിസ്റ്ററി കിട്ടിയാല് ആ ഒരു പേഷ്യന്റിനെ കുറിച്ചൊരു അതെ ഒരു പ്രാഥമിക വിവരമാണ് കിട്ടുക അല്ലെ? ഒരു അടിസ്ഥാനപരമായിട്ട് ഒരു പ്രാഥമിക വിവരം കിട്ടും. ഇവിടെ അത് തന്നെയാണ്. ആ ഫിസിഷ്യൻ ഇങ്ങനെ ഒരു മെഡിക്കൽ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ഡേറ്റ കിട്ടുമ്പോൾ അത് അവർ എന്തിനു വേണ്ടി അവർക്ക് യൂസ് ചെയ്യാം? ടു എസ്റ്റാബ്ലിഷ് എ പ്രിലിമിനറി പ്രൊവിഷണൽ ഡയഗ്നോസിസ്, ഒരു പ്രാഥമികവും താൽക്കാലികവുമായിട്ടുള്ള ഒരു രോഗനിർണയം നടത്താനായിട്ട് ഇത് ഉപയോഗിക്കാം. ഓൺ വിച്ച് ടു ബി ബേസ് ദ ട്രീറ്റ്മെന്റ്, അത് ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു മെഡിക്കൽ ഹിസ്റ്ററിയിൽ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങളെ അടിസ്ഥാനമാക്കി പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകളും നൽകാനായിട്ട് ഇത് ആ ഫിസിഷ്യനെ സഹായിക്കുന്നുണ്ട്. ക്ലിയറാണോ? അപ്പോ ഇത് മനസ്സിലായോ? ഇനി ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത്? ചീഫ് കംപ്ലൈന്റ്, അതായത് അവരുടെ മുഖ്യമായിട്ടുള്ള അവരുടെ പരാതി അല്ലെങ്കിൽ അവർക്ക് എന്ത് കംപ്ലൈന്റ് ആണോ ഉള്ളത്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ എന്തിനു വേണ്ടി അവർ എന്ത് റീസൺസിന് വേണ്ടി എന്ത് കാരണം കൊണ്ടാണ് ഈ മെഡിക്കൽ അറ്റൻഷന് വേണ്ടി ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് വന്നത്? ഒരു കാരണം ഉണ്ടാവില്ല, റീസൺ ഉണ്ടാവില്ലേ? ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരു പേഷ്യന്റ് വരുന്നതിന്റെ മുഖ്യ കാരണം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു റീസൺ ആണ് ശരിക്കും ചീഫ് കംപ്ലൈന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രസന്റ് ഇൽനസ്, അവരുടെ നിലവിലുള്ള അവരുടെ ആ ഒരു അസുഖം എന്താണ്? പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി, അവരുടെ മുൻപുണ്ടായിരുന്ന അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി എങ്ങനെയാണ്? ഫാമിലി ഹിസ്റ്ററി എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഇപ്പൊ ചില ആളുകൾക്ക് പരമ്പരാഗതമായിട്ട് ചില രോഗങ്ങൾ അവരുടെ ഫാമിലിയിൽ നിന്ന് കിട്ടാറുണ്ട് അല്ലേ? പാരമ്പര്യമായിട്ട് കിട്ടാറില്ലേ? ഉണ്ടോ? ഉണ്ട്. അപ്പൊ അവരുടെ ആ ഒരു ഫാമിലി ഹിസ്റ്ററിയെ കുറി അറിഞ്ഞാലാണ് ഇത് അവർക്ക് എവിടെ നിന്ന് വന്നിരിക്കുന്നു, അല്ലെങ്കിൽ ആരിൽ നിന്ന്, അതെ ഷുഗർ ഒക്കെ വരാറുണ്ട്, അപ്പൊ ആരിൽ നിന്ന് ഇത് കൈമാറി വന്നിരിക്കുന്നു എന്ന് പലതരത്തിലുള്ള ജനറ്റിക് ഡിസോർഡേഴ്സ് ഒക്കെ വരാറുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ആരിൽ നിന്നാണ് അവരുടെ ഫാമിലിയിലെ മറ്റു മെമ്പേഴ്സിലാർക്കാണുള്ളത്. അപ്പൊ അവരുടെയും കൂടി ഹിസ്റ്ററി എടുത്താലാണ് നമുക്കത് മനസ്സിലാവുള്ളൂ. ചരിത്രം എടുക്കണം. അതുപോലെ തന്നെ റിവ്യൂ ഓഫ് സിസ്റ്റംസ്, എന്താ നമ്മുടെ ആ ഒരു പേഷ്യന്റിന്റെ എന്ത് ചെയ്യുന്നു? റിവ്യൂ ഓഫ് സിസ്റ്റംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അഡ്മിഷൻ ഒക്കെ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് അതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ആ പേഷ്യന്റിന്റെ ബോഡിയിലെ പല സംവിധാനങ്ങളുടെയും ഒരു അവലോകനം നടത്തും. അതായത് അവരോട് കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നു, ആ മെഡിക്കൽ ഫീൽഡിലുള്ള മെഡിസിൻ സ്റ്റാഫ് അല്ലെങ്കിൽ ആ ഹെൽത്ത് കെയർ എന്ത് ചെയ്യുന്നു പ്രൊവൈഡ് ചെയ്യുന്ന ആ സ്റ്റാഫുകൾ എന്ത് ചെയ്യും? ചോദിക്കും. അതായത് ഇപ്പൊ നമ്മുടെ ഹാർട്ടുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റു ലങ്സുമായി ബന്ധപ്പെട്ടോ അവർക്ക് റെസ്പിറേഷൻ എങ്ങനെയാണ്, അവർക്ക് ബ്രീതിങ്ങുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ടോ, നെഞ്ചുവേദന അനുഭവപ്പെടുന്നുണ്ടോ, അങ്ങനെ ഓരോരോ നമ്മുടെ ബോഡിയിലെ സിസ്റ്റംസ് സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് അതൊക്കെ ശരിയായ രീതിയിലാണോ വർക്ക് ചെയ്യുന്നത്, അതിന്റെ നിലവിലെ ആരോഗ്യസ്ഥിതി ആ ഓരോ സിസ്റ്റത്തിന്റെയും എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഇവരോട് ആ പേഷ്യന്റിനോട് അതിനോട് കുറെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അവരോട് ചോദിക്കും. അപ്പൊ അതിനനുസരിച്ചിട്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി അവർക്ക് ഇന്ന ഭാഗങ്ങളിലെ ഇന്ന സംവിധാനങ്ങളിലെ ചില പ്രശ്നങ്ങൾ
പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്യുന്നുണ്ട് എന്ന ഒരു അവലോകനത്തിലേക്ക് എത്തുന്നു. അപ്പൊ ഇതെല്ലാം അവരുടെ മെഡിക്കൽ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഒരു മെഡിക്കൽ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഈ ഒരു ഡേറ്റ് ഉപയോഗിച്ചുകൊണ്ട് ആ ഫിസിഷ്യൻ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് പ്രാഥമികവും താൽക്കാലികവുമായിട്ടുള്ള ഒരു രോഗനിർണയം നടത്താനും ഇതിനെ അടിസ്ഥാനമാക്കി അവർക്കൊരു ട്രീറ്റ്മെന്റ് കൊടുക്കാനും നമുക്ക് ആ ഒരു ഫിസിഷ്യൻ ഈ ഒരു ഡേറ്റ ഉപയോഗിക്കുന്നത് വഴി സാധിക്കുന്നുണ്ട്. ഇനി ഇതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ആവുന്നത് അല്ലെങ്കിൽ ഉൾപ്പെടുന്നത്? ചീഫ് കംപ്ലൈന്റ് എന്താണ് റീസൺ അവർ ഈ ഒരു മെഡിക്കൽ ഫെസിലിറ്റിയിലേക്ക് ഒരു മെഡിക്കൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി അവർ വന്നതിന്റെ കാരണം എന്താണ്? അവരുടെ നിലവിലെ അവസ്ഥ അല്ലെങ്കിൽ നിലവിലെ അവരുടെ പ്രസന്റ് കണ്ടീഷനിലുള്ള ഇൽനെസ് അല്ലെങ്കിൽ അസുഖം എന്താണ്? അവരുടെ മുൻപുള്ള മെഡിക്കൽ ഹിസ്റ്ററി എന്തായിരിക്കും? അതുപോലെ തന്നെ ഫാമിലിയുടെ ഹിസ്റ്ററി, ഫാമിലി മെമ്പേഴ്സിന്റെയും ചരിത്രം ഉണ്ടായിരിക്കും. ദെൻ റിവ്യൂ ഓഫ് സിസ്റ്റംസ്, പലതരത്തിലുള്ള ബോഡിയിലുള്ള പല സംവിധാനങ്ങളുടെയും കൃത്യമായിട്ട് അത് ഹെൽത്ത് സ്റ്റാറ്റസ് എങ്ങനെയാണ് എന്നറിയാൻ വേണ്ടിയിട്ട് ആ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഇവരോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതിനനുസരിച്ചുള്ള മറുപടികളിൽ നിന്നും അവർക്ക് ആ ബോഡിയുടെ ഓരോ സംവിധാനങ്ങളും നല്ല ഹെൽത്തി ആയിട്ടാണോ ഇരിക്കുന്നത്, ഏതൊക്കെ ഇടങ്ങളിലാണ് അവർക്ക് പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വരുന്നത് എന്നൊക്കെ ഒരു അവലോകനം നടത്തി റിപ്പോർട്ട് എഴുതുകയും ചെയ്യും. ക്ലിയർ ആണോ മെഡിക്കൽ ഹിസ്റ്ററി? ബി.പി നോക്കും. അതുപോലെ ഇപ്പൊ അവരുടെ നെഞ്ചുവേദനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഹാർട്ടിന്റെ ഹെൽത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാം. അപ്പൊ ചില സിംറ്റംസ് ഒക്കെ അവർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ അവർക്ക് ആ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ ഒരു പ്രോബ്ലം അവർ ഫേസ് ചെയ്യുന്നത്. ഇപ്പൊ ലങ്സുമായി ബന്ധപ്പെട്ട അവർക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടാവാം, ചിലപ്പോൾ ആസ്മ ഉണ്ടാവാം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരുടെ ആ ഒരു ഓർഗനുമായിട്ട് എന്തോ പ്രശ്നം അവർ ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, എന്താണ് ഒരു ഉഷാറില്ലാതിരിക്കുന്നേ? രണ്ടാമത്തെ പീരീഡ് ആയിരിക്കും ക്ഷീണമായോ? ഒന്നും മനസ്സിലാവാത്തത് കൊണ്ടാണ്. നിങ്ങളൊന്ന് വായിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഭാഗമാണ് കേട്ടോ. ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് വായിച്ചാൽ കിട്ടുന്ന ഭാഗമാണ്. ഒത്തിരി ബൈഹാർട്ട് ചെയ്തൊന്നും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഓക്കെയാണ്, നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയാൽ പെട്ടെന്ന് എളുപ്പത്തിൽ കിട്ടുന്ന ഒരു ഭാഗങ്ങളാണ്. ഈ ചാപ്റ്റർ എത്ര വലിയ ചാപ്റ്റർ ആണെങ്കിൽ കൂടിയും അത്ര വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് അല്ല. മറ്റു ചാപ്റ്ററിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ലല്ലോ. കേട്ട് പരിചയം ഉണ്ടാവില്ല. എവിടെയെങ്കിലുമൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പരിചയങ്ങളുള്ള ഭാഗങ്ങളായതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നില്ല. ചില ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് തേർഡ് ആൻഡ് ഫോർത്തും കൂടിയുള്ള പ്രത്യേകം നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്. ഞങ്ങൾക്കും അറിയാം, കാരണം നിങ്ങൾക്ക് കുറെയൊക്കെ ഫോളോ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യും? കുറച്ചുകൂടെ റിപ്പീറ്റ് ചെയ്തൊക്കെ ഒന്ന് വായിച്ച് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയത്ത് ഇവിടെ ഇരുന്ന് തന്നെ പഠിച്ച് പോവാന്ന് വിചാരിക്കരുത്. ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക. അതിനുശേഷം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയത്ത് അതൊന്നും കൂടെ ഒക്കെ ഇരുന്ന് വായിച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ ഒരു ഐഡിയ ഒക്കെ കിട്ടും. കിട്ടില്ല എന്ന് പറയണ്ട, കിട്ടും. നമുക്ക് സ്വാഭാവികമായിട്ട് അതിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി ഒന്ന് ഓർത്തെടുക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ വലിയ രീതിയിലുള്ള പ്രോബ്ലംസ് ഒന്നുമില്ല. നമുക്കൊന്ന് വായിച്ച് 1-2 പ്രാവശ്യം വായിച്ചാൽ നമുക്ക് കിട്ടുന്ന ചാപ്റ്റർ ആണ് കേട്ടോ. ചാപ്റ്ററിൽ ലെങ്ത് ഇച്ചിരി കൂടുതലാണെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ അതിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചാപ്റ്റർ ആണ്. ഓക്കെ, അടുത്തതാണ് ഫിസിക്കൽ എക്സാമിനേഷൻ, ശാരീരിക പരിശോധന. ഇപ്പൊ ഒരു പേഷ്യന്റിനെ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയെന്ന് വിചാരിക്കാം. അവർക്ക് ആദ്യമായിട്ട് കുറച്ച് ശാരീരിക പരിശോധനകൾ നടത്താറില്ലേ? ഹോസ്പിറ്റലിൽ ആദ്യമൊക്കെ നേരത്തെ ചോദിച്ച പോലെ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യാറുണ്ട്, അവര് പൾസ് റേറ്റ് നോക്കാറുണ്ട്, ഹാർട്ട് ബീറ്റ് നോക്കാറുണ്ട്. ഇതൊക്കെ നോക്കാറില്ലേ അവര്? അതിനെയാണ് ഫിസിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത് കേട്ടോ. Provide baseline data about the patient to help the physician in deciding a diagnosis. അതിന്റെയൊക്കെ ബേസിസിൽ ആ പേഷ്യന്റിന്റെ ആ ഒരു ബേസ് ലൈൻ അടിസ്ഥാന ഡേറ്റ നമുക്ക് ഈ ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യുന്നത് വഴി കിട്ടും. അങ്ങനെ നോർമൽ ആയിട്ടുള്ള ബ്ലഡ് പ്രഷർ ആണോ, അതിലെന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ? അപ്പൊ ആ ഒരു ഫിസിഷ്യൻ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഡേറ്റയുടെ സഹായത്തില് അവർക്ക് കൃത്യമായിട്ട് ഒരു രോഗനിർണയം നടത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. രോഗനിർണയം നടത്താനായിട്ട് ഈ ഒരു ഡേറ്റ ആ ഫിസിഷ്യനെ സഹായിക്കുന്നു. ഒരു ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തുമ്പോൾ ആ പേഷ്യന്റിനെ കുറിച്ചുള്ള ഒരു അടിസ്ഥാന വിവരങ്ങൾ അവർക്ക് കിട്ടുന്നത് വഴി രോഗനിർണയം നടത്താനായിട്ട് ആ ഫിസിഷ്യനെ സഹായിക്കുന്നുണ്ട്. രണ്ടാമത്തത്, എക്സാമിനേഷൻ ഷുഡ് ഇൻക്ലൂഡ് ഓൾ ദ ബോഡി സിസ്റ്റം. എല്ലാ ബോഡി സംവിധാനങ്ങളുടെയും പരിശോധന നമ്മൾ ഇതിൽ നടത്തുന്നുണ്ടായിരിക്കും. ഇപ്പൊ ഹാർട്ടിനുമായി ബന്ധപ്പെട്ട
പ്രവർത്തനങ്ങൾ നോക്കും, ലങ്സുമായി ബന്ധപ്പെട്ട് നോക്കും. അതുപോലെ അങ്ങനെ ഓരോ സംവിധാനങ്ങളും ബോഡി സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, പരിശോധിക്കും. And the degree of details relies on the age and sex of the patients, symptoms, other physical findings and laboratory data. ഈ പറയുന്ന ഡീറ്റെയിൽസ് അല്ലെങ്കിൽ വിശകലനം അല്ലെങ്കിൽ ഇതുമായി വിശദമായിട്ടുള്ള ഒരു ഡിഗ്രി ഓഫ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് എന്തിനെ ആശ്രയിച്ചായിരിക്കും? ഒരു പേഷ്യന്റിന്റെ ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തി അതിന്റെ വിശദമായ വിവരങ്ങൾ ആ പേഷ്യന്റിന്റെ ചിലപ്പോൾ ഏജിനനുസരിച്ച് വ്യത്യാസം വരാം അല്ലെ, എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും അല്ല, അവരുടെ ഏജിനനുസരിച്ച് പ്രായത്തിനനുസരിച്ച് ഈ പറയുന്ന ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യുമ്പോൾ അതിൽ പല കാര്യങ്ങളിലും വ്യത്യാസം വരില്ലേ, വരുമോ? അതുപോലെ സെക്സിനനുസരിച്ച് മെയിൽ ആണോ ഫീമെയിൽ ആണോ ആ വ്യക്തി എന്നതിനനുസരിച്ച് ചില കാര്യങ്ങളിൽ മെയിലും ഫീമെയിലും 2 റേഞ്ച് ആണോ? മനസ്സിലാവുന്നുണ്ടോ മിസ് പറയുന്നത്? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളനുസരിച്ച് വ്യത്യാസപ്പെടാം. അതുപോലെ അവർക്ക് കാണുന്ന സിംറ്റംസ്, ആ രോഗവുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങൾക്കനുസരിച്ച് അവരുടെ ഈ പറയുന്ന ഡീറ്റെയിൽസ് വ്യത്യാസം വരാം. ഫിസിക്കൽ ഫൈൻഡിങ്സ്, അവരുടെ നേരെ ഫൈൻഡിങ്സ് പലതരത്തിലുള്ള ഫിസിക്കൽ ആയിട്ടുള്ള മറ്റു രീതികളിലൂടെ നമ്മൾ കണ്ടെത്തുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ലബോറട്ടറികളിൽ കൊടുത്ത് നമുക്ക് കിട്ടുന്ന റിസൾട്ടുകളിൽ നിന്നൊക്കെ ചിലപ്പോൾ ഓരോരുത്തരുടെയും ആ പറയുന്ന റിപ്പോർട്ടുകള് വ്യത്യസ്തമായിരിക്കാം. എന്നാൽ പോലും ഈ റിപ്പോർട്ടുകളെ ആശ്രയിച്ച് നമുക്ക് ആ ഫിസിഷ്യൻ എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഉപയോഗിച്ചുകൊണ്ട് ഒരു രോഗനിർണയം നടത്താനായിട്ട് ഇത് സഹായകമാകുന്നുണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാറുണ്ട്, അതുപോലെ പൾസ് ചെക്ക് ചെയ്യാറുണ്ട്, BP അല്ലെ നമ്മുടെ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യാറുണ്ട്, പിന്നെ ഹൈറ്റും വെയിറ്റും നോക്കാറുണ്ട്. ഇതൊക്കെ നോക്കാറില്ലേ? കുട്ടികളെ കൊണ്ടുപോവാണെങ്കിൽ പ്രത്യേകിച്ചും അവരുടെ ഹൈറ്റും വെയിറ്റ് ഒക്കെ നോക്കിയിട്ടല്ലേ അവര് ട്രീറ്റ്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഹൈറ്റും വെയിറ്റും, പിന്നെ അവരുടെ സ്കിന്നിൽ എന്തെങ്കിലും മറ്റു ഇറിറ്റേഷൻസോ കാര്യങ്ങളോ ഉണ്ടോ, കണ്ണിന്റെ കാര്യങ്ങൾ പരിശോധിക്കാറുണ്ട് അല്ലെ, നോക്കാറുണ്ടോ? കുട്ടികളുടെ ഒക്കെ പ്രത്യേകിച്ചും ഡോക്ടേഴ്സ് കണ്ണൊക്കെ നോക്കാറില്ലേ തുറന്ന് ബ്ലഡിന്റെ കൗണ്ടും കാര്യങ്ങളൊക്കെ നോക്കുന്ന പോലെ തന്നെ. അതുപോലെ നമ്മുടെ ഹാർട്ട്, ലങ്സ് മുതലായിട്ടുള്ള ഓർഗൻസുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങള്, അതുപോലെ ചിലപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാറുണ്ട്, യൂറിൻ ടെസ്റ്റ് ചെയ്യാറുണ്ട് അല്ലെ, ലബോറട്ടറിയിൽ പരിശോധന കഴിക്കാറില്ലേ? ഇതൊക്കെ കഴിഞ്ഞിട്ടല്ലേ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ശരിയായ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. താൽക്കാലികമായിട്ട് നമ്മുടെ ഈ ഒരു നിഗമനങ്ങളിൽ നിന്നും ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു രോഗനിർണയം നടത്തി ട്രീറ്റ്മെന്റുകൾ തരുമെങ്കിൽ പോലും ഈ പറയുന്ന പ്രോപ്പർ ആയിട്ടുള്ള ഫിസിക്കൽ എക്സാമിനേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അവര് ഇപ്പൊ യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്തോ, അതിൽ നമുക്ക് ചിലപ്പോൾ കിഡ്നി പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതലും അതിലൂടെയൊക്കെ അറിയാൻ പറ്റുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട ശരിയായ ട്രീറ്റ്മെന്റ് തരാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ രോഗനിർണയമൊക്കെ കുറച്ചും കൂടി നന്നായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലൊരു രോഗനിർണയം കണ്ടെത്തുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള ഫിസിക്കൽ എക്സാമിനേഷൻസ് നടത്തുന്നത്. ഓക്കെ ആണോ? ഫിസിക്കൽ എക്സാമിനേഷൻ ക്ലിയർ ആണോ? ഓക്കെ, അടുത്തത് ഫിസിഷ്യൻ ഓർഡർ. എന്തായിരിക്കും ഫിസിഷ്യൻ ഓർഡർ എന്ന് പറഞ്ഞാല്? ഫിസിഷ്യൻ ആർക്ക് നൽകുന്ന ഓർഡറാ? ആർക്കാണ് ഓർഡർ കൊടുക്കുക? എന്താണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആർക്കാ ഓർഡർ കൊടുക്കുക ഫിസിഷ്യൻ? നേഴ്സസിന് അല്ലെ. എന്തിനു കൊടുക്കുന്നോ? എന്തിനാ സ്റ്റാഫുകൾക്ക് കൊടുക്കും. ശരിയാണ്. എന്തിനു വേണ്ടിയാ കൊടുക്കുന്നത് ഓർഡർ? എന്തിനു വേണ്ടിയാ കൊടുക്കുന്നത്? പേഷ്യൻസിന് ആവശ്യമായ ട്രീറ്റ്മെന്റുകൾ കൊടുക്കണം, അവർക്ക് ആവശ്യമായ കെയർ കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് ഫിസിഷ്യൻ അവർ അറ്റൻഡ് ചെയ്യുന്ന ഫിസിഷ്യൻ നൽകുന്ന നിർദ്ദേശങ്ങളെയാണ് ഫിസിഷ്യൻ ഓർഡർ എന്ന് പറയുന്നത്. അതെങ്ങനെയായിരിക്കും? റിട്ടൺ ആയിട്ട് ചിലപ്പോൾ എഴുതി കൊടുക്കാറുണ്ട് അല്ലെ. നമ്മുടെ കൗൺസിലൊക്കെ വരുന്ന ഡോക്ടേഴ്സ് ആണെങ്കിൽ എഴുതി അവർ കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ ഓറൽ എന്താണ് വായിലൂടെ സംസാരിച്ച് നമ്മുടെ സംസാരത്തിലൂടെ പറഞ്ഞു കൊടുക്കാറുണ്ട് അല്ലെ. ഓറലി അല്ലെങ്കിൽ റിട്ടൺ നമുക്ക് എഴുതി കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ആ നഴ്സസും മറ്റു സ്റ്റാഫുകളും ആ പേഷ്യൻസിനുള്ള ട്രീറ്റ്മെന്റും കെയറും കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുന്ന ആ നിർദ്ദേശങ്ങളെയാണ് ഫിസിഷ്യൻ ഓർഡർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓരോന്നൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാലേ നിങ്ങൾക്ക് അത് പറയുമ്പോൾ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ അതുമായിട്ട്.
ടു നഴ്സിംഗ് ആൻഡ് ഓക്സിലറി സർവീസസ്. ആ പേഴ്സണ് അല്ലെങ്കിൽ ആ ഒരു പേഷ്യന്റിന് നഴ്സിംഗ് സർവീസുകൾ കിട്ടണം. അതുപോലെ ഓക്സിലറി സർവീസ് എന്ന് പറഞ്ഞാൽ സപ്പോർട്ടീവ് സർവീസുകൾ. നഴ്സിംഗ് പരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം കിട്ടിയാൽ അവർക്ക് അതിനനുസരിച്ചുള്ള സപ്പോർട്ടീവ് സർവീസുകൾ. ചിലപ്പോൾ പേഷ്യന്റിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സർവീസ് വേണം അവർക്ക്. അതുപോലെ തന്നെ ഫുഡുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ഡയറ്റ് കാര്യങ്ങൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ളവരാണെങ്കിൽ അതിൻ്റെതായ സപ്പോർട്ടീവ് സർവീസ് കൊടുക്കണം, അല്ലെ? അങ്ങനെയുള്ള ബേസിക് നീഡ്സുമായി ബന്ധപ്പെട്ട സർവീസുകളെയും സപ്പോർട്ട് ഒക്കെ കൊടുക്കുന്ന രീതിയിൽ അങ്ങനെയുള്ള സർവീസുകളും നഴ്സിംഗ് സർവീസുകളും അവർക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടി ആ ഫിസിഷ്യൻ, അവർ അറ്റൻഡ് ചെയ്യുന്ന ഫിസിഷ്യൻ നൽകുന്ന റിട്ടൺ ആയിട്ടോ അല്ലെങ്കിൽ ഓറലിയോ നൽകുന്ന ഡയറക്ഷൻസിനെ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളെയാണ് ഫിസിഷ്യൻ ഓർഡർ എന്ന് പറയുന്നത്. കൺസേണിങ് ഓൾ മെഡിറ്റേഷൻസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ദ പേഷ്യന്റ്. അപ്പൊ ഇതിൽ എന്തുണ്ടാവും? ആ ഒരു ഓർഡറില് അല്ലെങ്കിൽ ആ ഒരു നിർദ്ദേശങ്ങളില് അവർക്ക് കൊടുക്കുന്ന മരുന്നുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവും. ഏതൊക്കെ ട്രീറ്റ്മെന്റുകൾ കൊടുക്കണം എന്നതുമായി ബന്ധപ്പെട്ട കൃത്യമായ നിർദ്ദേശങ്ങൾ ആ ഒരു ഓർഡറിൽ അല്ലെങ്കിൽ ആ ഒരു ഡയറക്ഷനിൽ ഉണ്ടായിരിക്കും. ക്ലിയർ ആണോ ഫിസിഷ്യൻ ഓർഡർ? ഓക്കെ ആണോ അത്? ഓക്കെ. അടുത്തതാണ് പ്രോഗ്രസ് നോട്ട്. പ്രോഗ്രസ് നോട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എന്താണ് പ്രോഗ്രസ് നോട്ട്? പ്രോഗ്രസ് നോട്ട് അവരുടെ പുരോഗതിയെ കുറിച്ചുള്ളതാണ്, അല്ലെ? ഒരു ഡോക്ടർ ഇപ്പൊ ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരു പേഷ്യന്റ് വന്നു. അവർ വരുന്ന സമയത്തുള്ള അവസ്ഥയായിരിക്കും അവരുടെ പോകാൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ കുറച്ച് ദിവസം അവിടെ കണ്ടിന്യൂസ് കെയർ കിട്ടിയാൽ അല്ല. അപ്പൊ അവരുടെ പുരോഗതി എന്താണ്? ഓരോ ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോഴോ അവർക്കുണ്ടാവുന്ന പുരോഗതി എത്രത്തോളം ഉണ്ട് ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം, റെക്കോർഡ് ചെയ്ത് വെക്കണം. അതാണ് ശരിക്കും പ്രോഗ്രസ് നോട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ കോസ് ഓഫ് ദ പേഷ്യന്റ് ഇൽനസ്. അപ്പൊ നമ്മൾ ആദ്യം വരുമ്പോൾ ഈ പ്രോഗ്രസ് നോട്ടില് ആ പേഷ്യന്റിന്റെ ഈ രോഗം വരാനായിട്ടുള്ള ഒരു അസുഖത്തിന്റെ പ്രധാന കാരണം എന്താണ് എന്ന് കണ്ടെത്തിയതും ആ റെസ്പോൺസ് ടു ട്രീറ്റ്മെന്റ്. അപ്പൊ നമ്മൾ അതിന് വേണ്ടി ആ കാരണം കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അവർക്ക് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കും, അല്ലെ? ട്രീറ്റ്മെന്റ് കൊടുക്കുമല്ലോ. അപ്പൊ ട്രീറ്റ്മെന്റിനോട് ആ പേഷ്യൻസിനുള്ള പ്രതികരണം എങ്ങനെയാണ്? ഇപ്പൊ ചില ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടാവാൻ സാധ്യതയില്ല, അല്ലെ? ചിലപ്പോൾ ചില പേഷ്യൻസിന് ആ ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ വളരെ നല്ല രീതിയിലുള്ള ഒരു ഫലം കിട്ടുകയും ചെയ്യും. അപ്പൊ ആ ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ അതിനോടുള്ള ആ പേഷ്യന്റിന്റെ പ്രതികരണം എങ്ങനെയാണ്, റെസ്പോൺസ് എങ്ങനെയാണ്? ആ സ്റ്റാറ്റസ് ഓൺ ഡിസ്ചാർജ്. ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അവരുടെ ആ ഒരു ആരോഗ്യ സ്ഥിതി അല്ലെങ്കിൽ ആ ഒരു ആരോഗ്യ അവസ്ഥ എങ്ങനെയാണ്? ഇതെല്ലാം നമ്മൾ ഈ പ്രോഗ്രസ് നോട്ടില് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കും അല്ലെങ്കിൽ രേഖപ്പെടുത്തി വെക്കും. Then the attending physician is responsible for the completion of progress note. ഈ പ്രോഗ്രസ് നോട്ട് പൂർത്തീകരിക്കേണ്ടതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ് ഉണ്ടായിരിക്കുന്നത്? ആ പേഷ്യന്റിനെ അറ്റൻഡ് ചെയ്യുന്ന ഫിസിഷ്യൻ ആണ് ഉണ്ടായിരിക്കുക. മൂന്നാമത് പറയുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആൻ അഡ്മിഷൻ നോട്ട്, ഫോളോ അപ്പ് നോട്ട് ആൻഡ് എ ഫൈനൽ നോട്ട്. അതായത് ഇവിടെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഇവരുമായി ബന്ധപ്പെട്ട പ്രാഥമികമായിട്ടുള്ള കുറെ വിവരങ്ങളും കാര്യങ്ങളും അവർ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അവരുടെ കണ്ടീഷനും അവരെന്ത് കാരണം കൊണ്ടാണ് ആ ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു അഡ്മിഷൻ നോട്ടിൽ ഇവർ രേഖപ്പെടുത്തും. അതുപോലെ തന്നെ ഒരു ഫോളോ അപ്പ് നോട്ട് ഉണ്ടാവും. അതായത് ഡിസ്ചാർജ് ചെയ്ത് പോയതിനു ശേഷം അവർ ചെയ്യേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഫോളോ അപ്പ് നോട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ ഫൈനൽ നോട്ട് എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ് ആവുന്ന സമയത്ത് അവർക്ക് എന്തൊക്കെ പുരോഗതികളാണ് ഇവിടുത്തെ ട്രീറ്റ്മെന്റ് വഴി ഉണ്ടായിരിക്കുന്നത്, എന്തൊക്കെ മാറ്റങ്ങൾ അവർക്കുണ്ടായി, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫൈനൽ നോട്ടിൽ. ലാസ്റ്റ് ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന സമയത്തെ അവരുടെ കണ്ടീഷൻ എങ്ങനെയാണ് അതൊക്കെ ഫൈനൽ നോട്ടിലായിരിക്കും രേഖപ്പെടുത്തുക. അഡ്മിഷൻ നോട്ട് കൺസിസ്റ്റ് ഓഫ് ദ ജനറൽ കണ്ടീഷൻ ഓഫ് ദ പേഷ്യന്റ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ. ഹിസ്റ്ററി ആൻഡ് ഫിസിക്കൽ ഇൻഫർമേഷൻ ആർ മാർക്ക്ഡ് ഹിയർ. ഇനി എന്താ ഒരു അഡ്മിഷൻ നോട്ടിലാണ് ശരിക്കും ആ ഒരു പേഷ്യന്റ് അഡ്മിഷൻ എടുക്കുന്ന സമയത്തെ ആ പേഷ്യന്റിന്റെ പൊതുവായിട്ടുള്ള ഒരു കണ്ടീഷൻ എങ്ങനെയായിരുന്നു അതാണ് അഡ്മിഷൻ നോട്ടില് പ്രധാനമായിട്ടും അവർ നോട്ട് ചെയ്യുന്നത്. കാരണം അഡ്മിഷൻ എടുക്കുന്ന സമയം മുതലുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്താലല്ലേ നമുക്ക് അവർക്ക് പുരോഗതി ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റുള്ളൂ, അല്ലെ? ആദ്യം മുതലുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്താലല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ആ പേഷ്യന്റിന്റെ കണ്ടീഷൻ എങ്ങനെയായിരുന്നു അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കും. അതിനുശേഷം
അവരുടെ മെഡിക്കൽ ഹിസ്റ്ററികള്, അതുപോലെ ഫിസിക്കൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, അഡ്മിഷൻ എടുക്കുന്ന സമയത്തുള്ള മെഡിക്കൽ ഹിസ്റ്ററി, അതുപോലെ ഫിസിക്കൽ ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതോടൊപ്പം രേഖപ്പെടുത്തി അഡ്മിഷൻ നോട്ടിലാണ് രേഖപ്പെടുത്തി വെക്കുക. ഇനി ഫൈനൽ നോട്ട് എന്ന് പറയുമ്പോൾ അവർക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞ് അവർ ഡിസ്ചാർജ് ആയി പോവുകയാണ്. അപ്പൊ അതിനു മുൻപായിട്ട് അവരുടെ പ്രസന്റ് കണ്ടീഷൻ അഡ്മിഷന്റെ സമയത്ത് നിന്നും അവർ ഡിസ്ചാർജ് ആയി പോകുന്ന സമയത്ത് വരെയും നോക്കുമ്പോൾ അവർക്ക് എന്തൊക്കെ പ്രോഗ്രസ് ആണ്, ഈ പുരോഗതികളാണ് അവർക്ക് ഈ ട്രീറ്റ്മെന്റ് എടുത്തത് കൊണ്ട് കിട്ടിയിരിക്കുന്നത്. അവരുടെ ഡിസ്ചാർജ് ചെയ്ത് പോരുന്ന സമയത്തെ ആ ഒരു കണ്ടീഷൻ എങ്ങനെയാണ്, അതൊക്കെ ആയിരിക്കും ഫൈനൽ നോട്ടിൽ കൊടുക്കുക. ക്ലിയർ ആയോ എന്താണെന്നുള്ളത്? പ്രോഗ്രസ് നോട്ട് ഇൻക്ലൂഡ് ദ ഹോൾ ട്രീറ്റ്മെന്റ്. ഈ ഒരു പ്രോഗ്രസ് നോട്ട് നമുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ആ പേഷ്യന്റിന് എന്തൊക്കെ ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടോ അതൊക്കെ അതിൽ അറിയാൻ പറ്റും. അതിനോടുള്ള ആ പേഷ്യന്റിന് ഇപ്പൊ ഓരോ ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോഴും ആ ഓരോ ട്രീറ്റ്മെന്റിനോടുമുള്ള ആ പേഷ്യന്റിന്റെ റെസ്പോൺസ് അല്ലെങ്കിൽ പ്രതികരണം എങ്ങനെയാണ് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്, അവർക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് അതിൽ കൂടെ ഉണ്ടായിരിക്കുന്നത്. ഇപ്പൊ നമുക്കൊരു ഫീവർ വന്നു, അല്ലെങ്കിൽ ആ ഒരു പേഷ്യന്റ് ഫീവർ വന്ന് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് മറ്റെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്ന് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ എത്ര ദിവസത്തിനുള്ളിൽ അത് അവർക്ക് മാറ്റം കിട്ടി, അല്ലെങ്കിൽ പിന്നെയും ആ കോഴ്സ് റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പൊ അവരുടെ പ്രതികരണമാണ് ആ ഒരു പേഷ്യന്റിന് അല്ലെ. അത് ഓരോരുത്തരുടെയും വ്യത്യസ്തമായിരിക്കാം. അവരുടെ ബോഡി കണ്ടീഷൻ അനുസരിച്ച് ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് മാറുന്ന രോഗങ്ങളാവാം, ചിലപ്പോൾ 2-3 ദിവസം ചിലർക്ക് എടുക്കാറല്ലേ. ഒരു പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ആ ഒരു മരുന്ന് കഴിച്ചാൽ പോലും അവരുടെ ബോഡിയുടെ ആ ഒരു പ്രതികരണം അനുസരിച്ചാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് ഒരു പ്രോഗ്രസ് നോട്ടില് ആര് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും? ആരാ ഇത് പൂർത്തിയാക്കുന്ന ഈ പ്രോഗ്രസ് നോട്ട്? ആരാ പൂർത്തിയാക്കേണ്ടേ? പേഷ്യന്റ് ആണോ? അല്ല, അവരെ അറ്റൻഡ് ചെയ്യുന്ന ഫിസിഷ്യൻ ആണ് പൂർത്തിയാക്കേണ്ടത്. അപ്പൊ പ്രോഗ്രസ് നോട്ട് എന്ന് പറഞ്ഞാല് ആ പേഷ്യന്റിന്റെ രോഗാവസ്ഥ, അതുപോലെ തന്നെ അതിന്റെ രോഗത്തിന്റെ കാരണം, അവർക്ക് എന്തൊക്കെ തരത്തിലുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുത്തു, അതിനോടുള്ള അവരുടെ പ്രതികരണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, അതുപോലെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്തെ അവരുടെ അവസ്ഥ, കണ്ടീഷൻ മുതലായ കാര്യങ്ങളൊക്കെ ഈ പ്രോഗ്രസ് നോട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇതിനെ പൂർത്തിയാക്കാനുള്ള ഒരു ഉത്തരവാദിത്തം അറ്റൻഡിംഗ് ഫിസിഷ്യൻ ആണ് ഉള്ളത്. ഇനി അഡ്മിഷൻ നോട്ട് എന്ന് പറഞ്ഞാല് ആ അഡ്മിഷൻ നോട്ടില് ആ ഹോസ്പിറ്റലിൽ എപ്പോഴാണ് അവരുടെ അഡ്മിഷൻ എടുത്തത് ആ സമയത്തുണ്ടായിരുന്ന അവരുടെ കണ്ടീഷനെയാണ് രേഖപ്പെടുത്തുക. മെഡിക്കൽ ഹിസ്റ്ററിയും അവരുടെ ഫിസിക്കൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ അതിൽ നോട്ട് ചെയ്ത് വെക്കും. ഇനി ഫോളോ അപ്പ് അതുപോലെ തന്നെ ഫെയിലിയർ നോട്ടിലേക്ക് വരുമ്പോഴാണ് അവർക്ക് കൊടുത്ത, അവിടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന സമയത്ത് അവർക്ക് കൊടുത്ത എല്ലാ ട്രീറ്റ്മെന്റുകളും എല്ലാ റെസ്പോൺസുകളും ഒക്കെ അതിൽ ഉൾപ്പെടുത്തും. ലാസ്റ്റ് ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന സമയത്തുള്ള അവരുടെ പ്രസന്റ് കണ്ടീഷൻ എങ്ങനെയാണെന്നുള്ളതും അതിൽ രേഖപ്പെടുത്തിയിരിക്കും. ക്ലിയർ ആണോ പ്രോഗ്രസ് നോട്ട്? ഓക്കെ, അടുത്തതാണ് പാത്തോളജി റിപ്പോർട്ട്. എന്താണ് പാത്തോളജി റിപ്പോർട്ടുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു രോഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പലതരത്തിലുള്ള മൈക്രോസ്കോപ്പിക് അല്ലെങ്കിൽ മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള അനാലിസിസിന് വേണ്ടി ടെസ്റ്റുകൾക്ക് വേണ്ടി അയക്കാറുണ്ട് അല്ലെ. പ്രധാനമായിട്ടും നമ്മൾ ബയോപ്സിക്കൊക്കെ അയക്കാറില്ലേ അല്ലെ. എന്തെങ്കിലുമൊക്കെ ഒരു രോഗമുണ്ടെന്ന് നമുക്ക് സംശയം തോന്നുകയോ നമുക്ക് എന്തെങ്കിലുമൊക്കെ രോഗമുണ്ട് സ്ഥിരീകരിക്കുകയൊക്കെ ചെയ്യണം, അത് തന്നെയാണെന്ന് ഉറപ്പുവരുത്തണമെങ്കിലൊക്കെ നമ്മൾ ബയോപ്സി ഒക്കെ ചെയ്യാറുണ്ട്. അതുപോലെ മൈക്രോസ്കോപ്പിക് അല്ലെങ്കിൽ മാക്രോസ്കോപ്പിക് ഡിസ്ക്രിപ്ഷൻ ഓഫ് ടിഷ്യൂ എക്സ്പെർട്ട് റിമൂവ്ഡ് ഫ്രം പേഷ്യന്റ് ഡ്യൂറിംഗ് ദ ടൈം ഓഫ് സർജറി ഓർ സ്പെഷ്യലൈസ്ഡ് പ്രൊസീജിയർ ടു സപ്ലൈ ടിഷ്യൂ ഫോർ പാത്തോളജിക്കൽ അനാലിസിസ്. അപ്പൊ ഈ പറയുന്ന പാത്തോളജിക്കൽ അനാലിസിസിൽ രോഗനിർണയമൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മൈക്രോസ്കോപ്പിക് അല്ലെങ്കിൽ മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള രീതിയിലുള്ള ടെസ്റ്റുകൾ നടത്താൻ അല്ലെങ്കിൽ പരിശോധനകൾ നടത്തുന്നതിന് വേണ്ടി നമ്മൾ ബോഡിയുടെ ടിഷ്യൂ എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് എടുക്കും അല്ലെ. ഇപ്പൊ ബയോപ്സി പ്രൊസീജിയറിലൂടെ നമ്മൾ എടുക്കാറുണ്ട്. ചില മുഴകളോ കാര്യങ്ങളൊക്കെ നമ്മുടെ ബോഡിയിൽ വന്നാല് നമ്മളത് ബയോപ്സിയിലൂടെ എടുക്കുക അല്ലെ. ചെറിയ രീതിയിലുള്ള നീഡിൽസ് കാര്യം ചെറിയൊരു മുറിവ് ഉണ്ടാക്കി അല്ലെങ്കിൽ നീഡിൽസ് കടത്തിവിട്ട് ടിഷ്യൂസ് കളക്ട് ചെയ്യാം. അല്ലെങ്കിലോ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ സർജറിയുമായി ബന്ധപ്പെട്ടും നമ്മളത് സർജറിയോടൊപ്പം തന്നെ അവിടുത്തെ ടിഷ്യൂസ് റിമൂവ് ചെയ്ത് മാറ്റാറുണ്ട് ബയോപ്സിക്ക് അയക്കാൻ വേണ്ടിയിട്ട് അല്ലെ. റിമൂവ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ ടിഷ്യൂസിനെ റിമൂവ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ പറയുന്ന മൈക്രോസ്കോപ്പിലൂടെയുള്ള നിരീക്ഷണങ്ങൾക്കോ അല്ലെങ്കിൽ മാക്രോസ്കോപ്പിക് നമ്മൾ നേരെയുള്ള ലാർജ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് ആണെങ്കിൽ നേരെ നമ്മൾ നോക്കി മനസ്സിലാക്കുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള ടെസ്റ്റുകൾക്ക് അയക്കുന്നതിനെയാണ്. അപ്പൊ അതിന്റെ റിപ്പോർട്ടുകളും കാര്യങ്ങളും ഒക്കെയാണ് പാത്തോളജി റിപ്പോർട്ടുകളിൽ ഉൾപ്പെടുക. ക്ലിയർ ആണോ? ഇപ്പൊ ക്യാൻസർ ഒക്കെ വരുന്നവർക്കാണ് കൂടുതലും ഈ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ ആണോ? അതിന്റെയൊക്കെ റിപ്പോർട്ടുകളൊക്കെ കൃത്യമായിട്ട് നമ്മൾ പാത്തോളജി റിപ്പോർട്ടുകൾ എന്ന് പറയുന്ന ആ ഡേറ്റയിലായിരിക്കും സൂക്ഷിക്കുക. ഓക്കെ, ക്ലിയർ ആണോ അത്?
അടുത്തതാണ് റേഡിയോളജി റിപ്പോർട്ട്. റേഡിയോളജി റിപ്പോർട്ട് അറിയാലോ, നമ്മുടെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് നമ്മൾ എക്സ്റേസ് എടുക്കാറുണ്ട്, റേഡിയോ ആക്റ്റീവ് സ്കാനിങ് ചെയ്യാറുണ്ട്, അതായത് CT സ്കാൻ, തൈറോയ്ഡ് സ്കാൻ ഒക്കെ ചെയ്യാറുണ്ട്. അതുപോലെ തെർമോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താ, ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് ഉപയോഗിച്ചുകൊണ്ട്, ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് തെർമൽ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഇമേജിങ്, ഒരു ഒബ്ജക്റ്റിന്റെ ഇമേജ് എടുക്കുന്നതിനെയാണ് തെർമോഗ്രഫി എന്ന് പറയുന്നത്. സെറോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഒരു ഫോട്ടോ കോപ്പി എടുക്കുമ്പോൾ നമ്മൾ സെറോസ്കോപ്പി എടുക്കുക എന്ന് പറയാറില്ലേ, ചില സ്ഥലങ്ങളിൽ സെറോസ്കോപ്പി എന്നാവും പറയാം ഫോട്ടോ കോപ്പി എടുക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ നമ്മളിവിടെ ഒരു എക്സ്റേ തന്നെയാണ്, ഇത് നമ്മൾ എക്സ്റേ എടുക്കുന്ന ഇമേജുകൾ എങ്ങനെയാ, ഫിലിം ഷീറ്റിലല്ലേ എടുക്കുന്നത് അല്ലെ, എക്സ്റേ ഫിലിംസിലല്ലേ എടുക്കുന്നത്. അതിന് പകരം നമ്മളിവിടെ ചിത്രങ്ങൾ എന്തിലെടുക്കുന്നു, പേപ്പറിൽ എടുക്കുന്ന ഒരു പ്രൊസീജിയറാണ് സെറോഗ്രഫി എന്ന് പറയുന്നത്. അൾട്രാസോണോഗ്രഫി നമുക്കറിയാലോ, അൾട്രാസൗണ്ട് സ്കാനിങ് അറിയാവുന്നതാണല്ലോ, നമ്മൾ പഠിച്ചതല്ലേ, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ പഠിച്ചതാണ് അല്ലെ, അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഈ പറയുന്ന പ്രൊസീജിയേഴ്സുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളാണ് റേഡിയോളജി റിപ്പോർട്ടുകളിൽ വരും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നത് കൺസൾട്ടേഷൻ റിപ്പോർട്ട്. കൺസൾട്ടേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, ആരായിരിക്കും അത് തയ്യാറാക്കുന്നത്? കൺസൾട്ടേഷൻ റിപ്പോർട്ട് വായിക്കുമ്പോ കൺഫ്യൂഷൻ വരരുത് കേട്ടോ. നോക്കിയേ, ഇറ്റ് ഇൻക്ലൂഡ്സ് ആൻ ഒപ്പീനിയൻ ഓഫ് എ പേഷ്യൻസ് കണ്ടീഷൻ ബൈ എ സ്പെഷ്യലൈസ്ഡ് ഫിസിഷ്യൻ. ഇവിടെ കൺസൾട്ടേഷൻ റിപ്പോർട്ട് ആരുടെ ഒപ്പീനിയത്തിലൂടെയാണ് നമ്മൾ തയ്യാറാക്കുക? സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഫിസിഷ്യന്റെ ഇതിലൂടെ. അപ്പൊ നമ്മുടെ അറ്റൻഡ് ചെയ്യുന്ന ഫിസിഷ്യൻ ഉണ്ട് ഇല്ലേ, ആ പേഷ്യന്റിനെ അറ്റൻഡ് ചെയ്യുന്ന ഫിസിഷ്യൻ ഉണ്ട്. എന്നാൽ ഒന്നും കൂടി നമുക്കൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഇവരൊരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫിസിഷ്യന്റെ ഒപ്പീനിയൻ എടുക്കും. അത് എന്തിലൂടെയാണ്? ആ ഒരു പേഷ്യന്റിന്റെ കണ്ടീഷൻ, നമ്മൾ അവരുടെ ഒരു പേഷ്യന്റിന്റെ നിലവിലെ കണ്ടീഷൻ എങ്ങനെയാണ് എന്നുള്ളത് തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. ഒരു അഭിപ്രായം എടുക്കണം, ഒരു അവസ്ഥയെ കുറിച്ചുള്ള അഭിപ്രായം. അതർ ദാൻ എന്താണ് അറ്റൻഡിങ് ഫിസിഷ്യൻ എന്നുള്ള ഒരു വേർഡ് അവിടെ ഉണ്ട് കേട്ടോ. അവർ അറ്റൻഡ് ചെയ്യുന്ന ഫിസിഷ്യൻ അല്ലാതെ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഫിസിഷ്യന്റെ അഭിപ്രായം, നമ്മൾ ആ പേഷ്യന്റിന്റെ കണ്ടീഷൻ എന്താണ് അല്ലെങ്കിൽ അവസ്ഥ എന്താണ് എന്നുള്ളൊരു അഭിപ്രായം നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് കൺസൾട്ടേഷൻ report എന്ന് പറയുന്നത്. And this opinion is dependent upon the review of the patient's medical record. അപ്പൊ ഈ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഫിസിഷ്യൻ പെട്ടെന്ന് അങ്ങനെ നോക്കിക്കഴിഞ്ഞാലൊന്നും അവർക്ക് അങ്ങനെ ഒരു കണ്ടീഷൻ ഇതാണെന്ന് ഒപ്പീനിയൻ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം പറയാൻ പറ്റില്ല. അതിനു വേണ്ടിയിട്ട് അവർ ആ പേഷ്യന്റിനെ മെഡിക്കൽ റെക്കോർഡ് അവലോകനം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എക്സാമിനേഷൻ ഓഫ് അറ്റൻഡിങ് ഫിസിഷ്യൻ ഓഫ് ദ പേഷ്യന്റ് ആൻഡ് കോൺഫറൻസിംഗ് വിത്ത് ദ അറ്റൻഡിങ് ഫിസിഷ്യൻ. എന്ത് ചെയ്യുന്നു? ഒരു എക്സാമിനേഷൻ ഓഫ് അറ്റൻഡിങ് ഫിസിഷ്യൻ. അറ്റൻഡിങ് ഫിസിഷ്യൻ പരിശോധന നടത്തിയ കാര്യങ്ങൾ അവലോകനം ചെയ്യും. അപ്പൊ കുറെ ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ അവർ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പരിശോധനകൾ നടത്തിയതിന്റെ റിപ്പോർട്ടുകളെല്ലാം അവലോകനം ചെയ്യും. അവരുടെ മെഡിക്കൽ റെക്കോർഡുകൾ അവലോകനം ചെയ്യും. അതുപോലെ അവർ അറ്റൻഡ് ചെയ്യുന്ന ഫിസിഷ്യനുമായിട്ടൊരു കോൺഫറൻസിംഗ് അല്ലെങ്കിൽ ഒരു മീറ്റിംഗും കൂടി നടത്തി അവരിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ കൂടി അറിഞ്ഞതിന് ശേഷമാണ് ഈ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഫിസിഷ്യൻ ഈ പേഷ്യന്റിന്റെ അവസ്ഥയെ കുറിച്ചൊരു ഒപ്പീനിയൻ അല്ലെങ്കിൽ ഒരു അഭിപ്രായം പറയുക. മനസ്സിലാവുന്നുണ്ടോ? കൺസൾട്ടേഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞാല് അവരെ അറ്റൻഡ് ചെയ്യുന്ന, നിലവിൽ അവർ അറ്റൻഡ് ചെയ്യുന്ന ഫിസിഷ്യൻ അല്ല അത് തരുന്നത്, ഒരു സീനിയർ ആയിട്ടുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫിസിഷ്യൻ ആയിരിക്കും. അതെന്തിനു വേണ്ടിയിട്ടാണ്? ആ പേഷ്യന്റിന്റെ നിലവിലെ കണ്ടീഷൻ എങ്ങനെയാണ് അല്ലെങ്കിൽ അവസ്ഥ എങ്ങനെയാണെന്നതിനെ കുറിച്ചുള്ളൊരു അഭിപ്രായമാണ് ഈ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഫിസിഷ്യൻ നമുക്ക് നൽകുക. അങ്ങനെ അവർ നൽകണമെങ്കിൽ അവർ എന്തൊക്കെ കാര്യങ്ങൾ പരിശോധിക്കണം? എന്തൊക്കെ കാര്യങ്ങൾ പരിശോധിക്കണം? ആ പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡുകൾ അവലോകനം ചെയ്യുന്നു. ആ അറ്റൻഡിങ് ഫിസിഷ്യൻ അവർക്ക് എന്തൊക്കെ പരിശോധനകളാണോ നടത്തിയിരിക്കുന്നത് അതിന്റെയൊക്കെ റിപ്പോർട്ടുകൾ പരിശോധിക്കുന്നു. ആ അറ്റൻഡിങ് ഫിസിഷ്യനുമായിട്ട് ഒരു കോൺഫറൻസ് അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്ത് അതിന്റെയും അഭിപ്രായത്തിൽ അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഈ സ്പെഷ്യലൈസ്ഡ് ഫിസിഷ്യൻ ആ രോഗിയുടെ അവസ്ഥയെ കുറിച്ചുള്ള ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ അഭിപ്രായം പറയുന്നതിനെയാണ് കൺസൾട്ടേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? കൺസൾട്ടേഷൻ റിപ്പോർട്ട് അപ്പൊ ആരെ തയ്യാറാക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഒപ്പീനിയൻ പറയുന്നത് ആരാന്ന് മനസ്സിലായോ? ക്ലിയർ ആണോ?
എന്താണ് ഒരു റിപ്ലൈ ചെയ്യാതെ? മിസ്സിന് മനസ്സിലാവണ്ടേ? നിങ്ങൾക്ക് ക്ലിയർ ആയോ? സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള നമ്മുടെ സാധാരണ ഒരു ഫിസിഷ്യൻ അല്ല, കുറച്ചും കൂടി ഓരോ മേഖലയിലും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് നമുക്ക് അവൈലബിൾ അല്ലേ? അല്ലെ? ഇപ്പൊ നമ്മൾ ചെല്ലുമ്പോ ചിലപ്പോൾ നമ്മുടെ ജനറൽ ആയിട്ടുള്ള ഒരു മെഡിസിൻ വിഭാഗത്തില് ഒരു ജനറൽ ഫിസിഷ്യൻ ആയിരിക്കും നമ്മൾ നോക്കുന്നതെന്ന് വിചാരിക്കും. അവരപ്പോൾ നമുക്ക് കുറച്ച് ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ തന്നു. അപ്പൊ ഇവരുടെ കണ്ടീഷൻ ഇതല്ല, ഇന്നതാണ്, ഇന്ന് ഇവർ കുറെ കണ്ടെത്തലുകൾ കണ്ടെത്തി ഇവർ ഉറപ്പിക്കണ്ടേ ഇന്നൊരു കേസാണ് എന്നുള്ളത് ഉറപ്പിക്കണമെങ്കിൽ ആ ജനറൽ ഫിസിഷ്യനേക്കാൾ കുറച്ചും കൂടി നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു ഫിസിഷ്യനെ വെച്ച് അവരത് ആ ഒരു അഭിപ്രായം ഉറപ്പിക്കും. ക്ലിയർ ആയോ? സെറോഗ്രഫി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമേജിംഗ് ടെക്നോളജി തന്നെ. നമ്മുടെ എക്സ്റേന് ഇമേജ് എടുക്കില്ലേ, അതുപോലെ തന്നെയുള്ള ഒരു ടെക്നോളജിയാണ് ഇമേജിംഗ് ടെക്നോളജി, ടെക്നിക്കാണ്. അപ്പൊ ഇവിടെ നമ്മൾ എക്സ്റേയിൽ നമ്മൾ എങ്ങനെ ഇമേജ് എടുക്കുന്നത്? ഫിലിമിലായിട്ടല്ലേ ഇമേജ് എടുക്കുന്നത്. ഇവിടെ അതിന് പകരം ഒരു ഫോട്ടോ കോപ്പി പോലെ പേപ്പറിലാണ് നമ്മൾ ഇമേജ് എടുക്കുന്നത്. അതാണ് ഇതിന്റെ വ്യത്യാസം. അപ്പൊ അതിന്റെയൊക്കെ റിപ്പോർട്ടുകൾ കൃത്യമായിട്ട് ആ ഡേറ്റാസിൽ സൂക്ഷിച്ചിരിക്കണം. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവാണ് കേട്ടോ. അനസ്തേഷ്യ റിപ്പോർട്ട്. അനസ്തേഷ്യ റിപ്പോർട്ട് അറിയാമോ? എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും ഇതില്? എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും? include medication before operation. ഓപ്പറേഷൻ, സർജറി അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ ഒക്കെ മുൻപുള്ള നൽകുന്ന മരുന്നുകളാണ് അല്ലെ? മെഡിക്കേഷൻ ബിഫോർ ഓപ്പറേഷൻ, ഓപ്പറേഷന് മുൻപ് നൽകുന്ന മുൻപുള്ള മരുന്നുകളാണ് അനസ്തേഷ്യ റിപ്പോർട്ടുകൾ പ്രധാനമായിട്ടും. ആൻഡ് ദ എമൗണ്ട് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് അനസ്തേഷ്യ ഗിവൺ. എത്ര എമൗണ്ട് ഓഫ്, എത്ര അളവിലാണ് നമ്മൾ അനസ്തേഷ്യ നൽകിയത്? ടൈം ഗിവൺ ആൻഡ് എഫക്ട്, ഏത് സമയത്താണ് നമ്മൾ നൽകിയ സമയം അല്ലെ? അതുപോലെ അതിന്റെ ആ ഒരു എഫക്ട്, പ്രഭാവം എത്ര സമയം ഉണ്ടായിരിക്കും? അങ്ങനെയുള്ള കാര്യങ്ങളാണ് അനസ്തേഷ്യ റിപ്പോർട്ടിൽ ഉൾപ്പെടുന്നത്. ആൻഡ് ഓൾസോ ഇൻക്ലൂഡ് അനസ്തെറ്റിക് ഡ്രഗ്, ഏത് അനസ്തെറ്റിക് ഏജന്റ് ആണ്, ഡ്രഗ് ആണ് നമ്മൾ യൂസ് ചെയ്തത്. ആൻഡ് എമൗണ്ട്, എത്ര അളവിൽ ഉപയോഗിച്ചു. Then the technique used to execute, ഏത് രീതി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ അത് അവർക്ക് എക്സിക്യൂട്ട് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ ബോഡിയിലേക്ക് അഡ്മിനിസ്റ്റർ ചെയ്ത് കൊടുത്തത്. ദ എഫക്ട്, എത്ര നേരം അതിന്റെ പ്രഭാവം ഉണ്ടാവും. ഡ്യൂറേഷൻ ഓഫ് ദ അനസ്തെറ്റിക്, അത് എത്ര നേരമാണ് അതിന്റെ ആ ഒരു കാലയളവ് അല്ലെങ്കിൽ ഒരു കാലാവധി, ഇത്ര സമയം ഉണ്ടാവും, എത്ര മണിക്കൂർക്കായിരിക്കും അത് അവരെ ബാധിക്കുക. അത് കഴിയുമ്പോൾ അവര് നീങ്ങുന്നു ആ അനസ്തെറ്റിക്, ആ ഒരു സെഡേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ആ ഒരു അനസ്തേഷ്യയുടെ എഫക്ട് അതിൽ നിന്ന് മാറാറുണ്ട്. ആ അതിന്റെ ടെമ്പറേച്ചർ, അതുപോലെ ഇത് കൊടുക്കുന്ന സമയത്ത് അവരുടെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യും, പൾസ് നോക്കും, റെസ്പിറേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കും, ബ്ലഡ് പ്രഷർ നോക്കും. അപ്പൊ ഇതെല്ലാം കൃത്യമായിട്ട് ആ ഒരു അനസ്തേഷ്യ ചെയ്യുന്ന സമയത്ത് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൃത്യമായിട്ട് ആ ഒരു റിപ്പോർട്ടിന്റെ കൂടെ രേഖപ്പെടുത്തി വെക്കുകയാണ്. അപ്പൊ ആ ഒരു അനസ്തേഷ്യ റിപ്പോർട്ട് എന്ന് പറയുന്ന എന്തുമായി ബന്ധപ്പെട്ട ഡേറ്റാസ് ആയിരിക്കും അവിടെ ഉണ്ടാവുക? ആ ഓപ്പറേഷന് മുൻപ് നൽകുന്ന മെഡിസിൻസ്, മരുന്നുകളുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ്. ഏത് മരുന്നാണ് നമ്മൾ അവിടെ കൊടുത്തത്, അത് എത്ര എമൗണ്ട് ഓഫ് മരുന്നാണ്, എത്ര അളവിലാണ് കൊടുത്തത്, ആ കൊടുത്ത സമയം, അതുപോലെ തന്നെ എത്ര നേരം അതിന്റെ ഒരു പ്രഭാവം ഉണ്ടാവും, എത്ര നേരം കഴിയുമ്പോൾ ആ എഫക്റ്റ് മാറും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ചും നമ്മൾ കൃത്യമായിട്ട് ഇവിടെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്ത് അവരുടെ ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ, ബ്ലഡ് പ്രഷർ മുതലായ കാര്യങ്ങളും ചെക്ക് ചെയ്തത് ആ റിപ്പോർട്ടുകളും കൂടെ ഇതും കൂടി രേഖപ്പെടുത്തി വെക്കും. ഓക്കെ, ക്ലിയർ ആണോ അനസ്തേഷ്യ റിപ്പോർട്ട്? ഓക്കെ, അടുത്തതാണ് ഓപ്പറേഷൻ റിപ്പോർട്ട്. ഓപ്പറേഷൻ റിപ്പോർട്ട് എളുപ്പം തന്നെ എന്താണ്? ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സർജറി ഒക്കെ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അതെ റിപ്പോർട്ട് ചെയ്യുക അല്ലെ? അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളായിരിക്കും, ഡേറ്റാസ് ആയിരിക്കും അതിൽ ഉൾപ്പെടുന്നത്. ഇൻക്ലൂഡ് കൺസേൺ ഫോർ സർജറി, നമ്മൾ സർജറിക്ക് വേണ്ടിയിട്ട് എല്ലാ പേഷ്യൻസിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ ബൈസ്റ്റാൻഡേഴ്സിൽ നിന്ന് അല്ലെങ്കിൽ റിലേറ്റീവ്സിൽ നിന്ന് നമ്മൾ സമ്മതം വാങ്ങാറുണ്ട് അല്ലെ? സൈൻ ചെയ്ത് വാങ്ങാറില്ലേ? ആ കൺസേൺ ഫോം ഇതിനോടൊപ്പം ഉണ്ടായിരിക്കും. Then pre-anesthesia, anesthesia and post-anesthesia റിപ്പോർട്ടുകൾ. അപ്പൊ ഈ ഒരു ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത ഒന്നാണ് അനസ്തേഷ്യ കൊടുക്കുക. അപ്പൊ അതിനുവേണ്ടി സെപ്പറേറ്റ് റിപ്പോർട്ട് ഉണ്ടെങ്കിൽ പോലും അതിലേക്ക് ഒരു റിപ്പോർട്ടിന്റെ ഒരു കോപ്പി കൂടി ഇതിനുള്ളിൽ വെക്കാറുണ്ട്. കാരണം ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമായതുകൊണ്ട്
അനസ്തേഷ്യക്ക് മുൻപ് എന്തൊക്കെ പ്രിപ്പറേഷൻസ് ചെയ്തു, അനസ്തേഷ്യ എങ്ങനെയാണ് കൊടുത്തത്, അത് കഴിഞ്ഞ് പോസ്റ്റ് അനസ്തേഷ്യ റിപ്പോർട്ട്, അത് അവരുടെ അനസ്തേഷ്യ എത്ര സമയത്തിനുള്ളിൽ അവരുടെ ആ ഒരു എഫക്ട് അതിൽ നിന്ന് മാറി, അത് കഴിഞ്ഞ് അവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ചിലർക്ക് അങ്ങനെയല്ലേ അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ഫർദർ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടുകൾ ഇതിനോടൊപ്പം ഉണ്ടാകും. ആണ് ഓപ്പറേറ്റീവ് റിപ്പോർട്ട്, അവരുടെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട റിപ്പോർട്ട് കൂടി ഇതിനോടൊപ്പം ഉണ്ടായിരിക്കും. ഏത് ഓപ്പറേഷൻ ആണ് നടത്തിയത്, അത് ആരാണ് നടത്തിയത്, എവിടെയാണ്, ഏത് ഭാഗത്താണ് ഓപ്പറേഷൻ നടത്തിയത്, അവിടെ ഉപയോഗിച്ച എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആയിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്. A pre-operative diagnosis should be recorded before surgery. അതുപോലെ സർജറിക്ക് മുൻപ് നമ്മൾ കുറച്ച് ഡയഗ്നോസിസ് ചെയ്തിട്ടുണ്ട്. പ്രീ ഓപ്പറേറ്റീവ് ഡയഗ്നോസിസ്, ഓപ്പറേഷന് മുൻപ് നമ്മൾ കുറച്ച് രോഗനിർണയങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതും കൂടി നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്ത് വെക്കണം. അപ്പൊ സർജറിക്ക് മുൻപ് നമ്മൾ ഇതുപോലെ തന്നെ BP ചെക്ക് ചെയ്യാറുണ്ട്, പൾസ് നോക്കാറുണ്ട് അല്ലെ, ഷുഗർ ലെവൽ നോക്കാറ്, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യാറില്ലേ, ഒരു ഓപ്പറേഷന് മുൻപ് ചെയ്യാറില്ലേ, സർജറിക്ക് മുൻപ് അവർ ചെയ്യാറുള്ള കുറച്ച് ഡയഗ്നോസിസ് ആയിട്ടുള്ള പിന്നെ എന്താ ലാബ് ടെസ്റ്റുകൾ, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാറുണ്ട്, യൂറിൻ ടെസ്റ്റ് ചെയ്യാറുണ്ട്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ ചെയ്യാറുണ്ട്. അപ്പൊ അതൊക്കെ ഡയഗ്നോസിസുമായി ബന്ധപ്പെട്ടത്, ആ ഒരു ഓപ്പറേഷന് മുൻപുള്ള ആ ഡയഗ്നോസിസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഇതോടൊപ്പം റെക്കോർഡ് ചെയ്ത് വെക്കണം. It involves full description of the detection, both normal and abnormal. ചിലപ്പോ നമുക്ക് ഈ ഒരു റിസൾട്ട് നോർമൽ ആയിട്ടായിരിക്കും കിട്ടുക. ഇപ്പൊ ഒരു ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്തു, നോർമൽ ആണെങ്കിലും രേഖപ്പെടുത്തണം, അബ്നോർമൽ ആണെങ്കിലും രേഖപ്പെടുത്തണം. മനസ്സിലായോ? അപ്പൊ നമുക്ക് കണ്ടെത്തുന്ന കാര്യം ചിലപ്പോൾ നോർമൽ ആയിക്കോട്ടെ, എന്നാലും നോർമൽ ആയിട്ടാണെങ്കിൽ എഴുതി വെക്കാം, അബ്നോർമൽ ആണെങ്കിൽ അതും എഴുതി വെക്കുക. ആൻഡ് ഓർഗൻസ് എക്സ്പ്ലോർഡ്, ഈ ഒരു ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഏത് ഓർഗനാണ് എക്സ്പ്ലോർഡ് ആവുന്നത്, അല്ലെങ്കിൽ ഏത് ഓർഗനെയാണ് അത് വിധേയമാവുന്നത് അത് രേഖപ്പെടുത്തുക. ഏതൊക്കെ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ നടപടിക്രമങ്ങളാണ് അവർക്ക് ഈ ഒരു ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് നൽകുന്നത്. അതുപോലെ സ്വിച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, സ്റ്റിച്ചുകൾ, തുന്നലുകൾ അല്ലെ, എത്ര സ്റ്റിച്ച് ഉണ്ട് അല്ലെങ്കിൽ എത്ര തുന്നലുകളുണ്ട്. ഡ്രെയിൻസ് ആൻഡ് സ്പോഞ്ചസ് യൂസ്ഡ്, ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ബ്ലഡോ കാര്യങ്ങളോ അല്ലെങ്കിൽ എയറോ ഒക്കെ വലിച്ചു കളയാൻ വേണ്ടിയിട്ട് നമ്മൾ പലതരത്തിലുള്ള ചെസ്റ്റ് ഡ്രെയിൻ പോലെയുള്ള ഡ്രെയിൻസ് പോലെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ബ്ലഡും ഫ്ലൂയിഡ്സ് ഒക്കെ വലിച്ചു കളയാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ഡ്രെയിൻസും സ്പോഞ്ചസും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് എഴുതുക. അതുപോലെ ആരാണോ ആ സർജറി ചെയ്യുന്ന വ്യക്തി, ആ സർജന്റെയും അവരുടെ കൂടെ ഉണ്ടായിരുന്ന അസിസ്റ്റന്റുകളുടെയും പേരും രേഖപ്പെടുത്തണം. അപ്പൊ ഒരു ഓപ്പറേഷൻ റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത് ഒന്ന് പറഞ്ഞേ, എന്തൊക്കെ കാര്യങ്ങളാണ് ഓപ്പറേഷൻ റിപ്പോർട്ടിലുള്ളത്? എന്താണ് ഒന്ന് പറഞ്ഞു, നിങ്ങൾ എന്ന് പറഞ്ഞു കേട്ടിരുന്നതല്ലേ? ഓപ്പറേഷൻ റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാ? ആദ്യം നമ്മൾ നോക്കേണ്ടത് എന്താ, ഓപ്പറേഷന് മുൻപ് നമ്മളൊരു കൺസേൺ ഫോം സൈൻ ചെയ്ത് വാങ്ങുന്നുണ്ട്, അതുണ്ടാവണം അല്ലെ, അതുണ്ടാവണം. പിന്നെയോ പോസ്റ്റ് പ്രീ അനസ്തേഷ്യ, അനസ്തേഷ്യ, പോസ്റ്റ് അനസ്തേഷ്യ, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരിക്കണം. പിന്നെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളോട് അടങ്ങിയിട്ടുള്ള ഒരു റിപ്പോർട്ട് ഉണ്ടാവും. ഇത് മൂന്നുമാണ് അതിലെ പ്രധാന കണ്ടന്റ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഈ ഒരു സർജറി ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ കുറച്ച് ഡയഗ്നോസിസ് പ്രൊസീജിയേഴ്സ് ചെയ്യാറുണ്ട് അല്ലെ, രോഗനിർണയ പ്രൊസീജിയേഴ്സ് ചെയ്യാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കൊടുക്കണം. അതിപ്പോ നോർമൽ ആണെങ്കിലും നമ്മൾ റിപ്പോർട്ട് ചെയ്യണം, അബ്നോർമൽ ആണെങ്കിലും എഴുതണം. ഇനി ഏത് ഓർഗനാണോ ഈ സർജറിക്ക് വിധേയമാകുന്നത് അത് രേഖപ്പെടുത്തണം. ഏതൊക്കെ പ്രൊസീജിയേഴ്സിലൂടെയാണ് ഈ സർജറി ചെയ്യുന്നതെങ്കിൽ അത് രേഖപ്പെടുത്തണം. ഇനി എത്ര സ്റ്റിച്ച് കാര്യങ്ങളുണ്ട്, ഏതൊക്കെ മെഷീൻസ് അല്ലെങ്കിൽ ഏതൊക്കെ ഉപകരണങ്ങളാണ് സ്പെഷ്യൽ ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്, ഡ്രെയിൻസും സ്പോഞ്ചസും ഒക്കെ ഉപയോഗിച്ചോ, ഫ്ലൂയിഡോ ബ്ലഡൊക്കെ വലിച്ചു കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെയുള്ള ഡ്രെയിൻസ്, ചെസ്റ്റ് ഡ്രെയിൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ. അതുപോലെ ആരാണോ ഈ സർജറി പെർഫോം ചെയ്ത ഡോക്ടർ അല്ലെങ്കിൽ ആ സർജന്റെ പേരോ അവരുടെ അസിസ്റ്റൻസിന്റെ പേരോ എഴുതുക അല്ലെങ്കിൽ രേഖപ്പെടുത്തുക. ഇത്രയും ആ ഓപ്പറേഷൻ റിപ്പോർട്ടിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. ക്ലിയർ ആണോ? മനസ്സിലായോ? റിക്കവറി റൂം റെക്കോർഡ്. റിക്കവറി റൂം റെക്കോർഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? റിക്കവറി റൂം എന്ന് പറഞ്ഞാൽ എന്താ? റിക്കവറി റൂമിൽ എപ്പോഴാണ് നമ്മൾ ആക്കുക? എപ്പോഴാണ് റിക്കവറി റൂമിലേക്ക് ആക്കുക? റിക്കവറി റൂം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? രോഗം മാറുമ്പോഴാണ് ആ ഓപ്പറേഷൻ കഴിഞ്ഞ് അല്ലെ,
നമ്മളൊരു ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ റിക്കവറി റൂമിലേക്കാണ് വാർഡിൽ മെയിൻ റൂമിലേക്കോ വാർഡിലേക്കോ കൊണ്ടുവരുന്നതിന് മുൻപ് നമ്മൾ റിക്കവറി റൂമിലേക്കാണ് മാറ്റുന്നത് അല്ലെ. അപ്പൊ ഇവിടെയും റിക്കവറി റൂം റെക്കോർഡ് എന്ന് പറഞ്ഞാല് ഇറ്റ് ഇൻവോൾവ്സ് complete record from the time the patient leaves the operating room till he reaches the nursing room. അതായത് ഇവിടെ റിക്കവറി റൂം റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എപ്പോഴാണോ അതായത് ആ പേഷ്യന്റ് involves complete record from the time the patient leaves the operating room. ആ ഒരു ഓപ്പറേറ്റിംഗ് റൂമിൽ നിന്നും ആ ഒരു രോഗി ആ ഒരു ഓപ്പറേഷൻ മുറിയിൽ നിന്നും പുറത്തു പോകുന്ന സമയം മുതൽ അവർ ആ ഒരു നഴ്സിംഗ് റൂമിൽ എത്തുന്നത് വരെയുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു റെക്കോർഡാണ് റിക്കവറി റൂം റെക്കോർഡ്. അപ്പൊ അതിനിടയിൽ അവർ എവിടെയാണ് റിക്കവറി റൂമിലാണ് അവർ സ്റ്റേ ചെയ്യുന്നത് അല്ലെ ആണോ? നമ്മുടെ നഴ്സിംഗ് കെയർ വാർഡിലോ അല്ലെങ്കിൽ നഴ്സിംഗ് പരിചരണം കിട്ടുന്ന നഴ്സിംഗ് റൂമായിട്ടുള്ള വാർഡിലോ അല്ലെങ്കിൽ റൂമുകളിലോ എത്തുന്നതിന് മുൻപ് അതായത് അവരവർക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് അവരെ പുറത്തേക്കാക്കി, പക്ഷെ അവർ ഈ ഒരു വാർഡിലോ റൂമിലോ എത്തിയിട്ടുമില്ല അല്ലെ. അപ്പൊ അവരെവിടെ റിക്കവറി റൂമിലാണ് അവർ കിടത്തിയിരിക്കുന്നത് അല്ലെ. അപ്പൊ ആ റിക്കവറി റൂമിൽ അതായത് ഒരു പേഷ്യന്റ് ആ ഒരു ഓപ്പറേഷൻ റൂമിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സമയം മുതൽ ആ നഴ്സിംഗ് റൂമിലേക്ക് എത്തുന്നത് വരെയുള്ള സമയത്ത് എടുക്കുന്ന പൂർണ്ണമായിട്ടുള്ള റെക്കോർഡുകൾ അല്ലെങ്കിൽ റിപ്പോർട്ടുകളെയാണ് റിക്കവറി റൂം റെക്കോർഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? മനസ്സിലായോ? അപ്പൊ അതിനിടയിൽ അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ കൊടുത്തിട്ടുണ്ടോ അതെല്ലാം പൂർണ്ണമായിട്ടും അതിൽ ഉൾപ്പെടുത്തണം. ഓക്കെ, അടുത്തതാണ് നഴ്സിംഗ് നോട്ട്സ്. നഴ്സിംഗ് നോട്ട് എന്തായിരിക്കും? ഒരു നഴ്സ് തയ്യാറാക്കുന്നതാണ്. ഒരു നഴ്സിംഗ് നോട്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒരു നഴ്സ് തയ്യാറാക്കുന്നത് എന്തായിരിക്കും? നഴ്സിന്റെ ഒബ്സർവേഷൻസ് അല്ലെ. ഒരു പേഷ്യന്റിനെ നമ്മൾ അവര് നിരീക്ഷിക്കും. അപ്പൊ ആ പേഷ്യന്റ് നിരീക്ഷിച്ചു കഴിഞ്ഞ് അവർക്ക് മനസ്സിലാകുന്ന കുറെ കാര്യങ്ങൾ അവരതിൽ നോട്ട് ചെയ്യും അല്ലെ. അവർക്ക് കൊടുക്കുന്ന പരിചരണങ്ങള് എന്തൊക്കെയാണ്, എന്തൊക്കെ ട്രീറ്റ്മെന്റുകളാണ് ആ പേഷ്യൻസിന് ഇവര് നൽകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യും അല്ലെ. അതുപോലെ തന്നെ എന്തൊക്കെ മെഡിസിൻസ് ആണ് കൊടുക്കുക, ആ ഒരു മെഡിസിൻസ് അല്ലെങ്കിൽ ആ ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ആ പേഷ്യൻസിന്റെ ആ ഒരു റെസ്പോൺസ് അല്ലെങ്കിൽ പ്രതികരണം എങ്ങനെയാണ്, ഇതെല്ലാം കൃത്യമായിട്ട് അവർ ഈ ഒരു നോട്ടില് രേഖപ്പെടുത്തും. ആ പേഷ്യൻസിനെ ആ ബിഹേവിയർ അവരുടെ ആ ഒരു ബിഹേവിയേഴ്സും കാര്യങ്ങളൊക്കെ അടിസ്ഥാനമാക്കി അവർക്ക് എന്തൊക്കെ ആവശ്യകതകളാണുള്ളത്, എന്തൊക്കെ പ്രോബ്ലംസ് ആണ് അവർ ഫേസ് ചെയ്യുന്നത്, അവരുടെ കഴിവുകള് അവരുടെ പരിമിതികള് മുതലായ കാര്യങ്ങളൊക്കെ അതില് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതുന്നുണ്ടാവും അല്ലെങ്കിൽ വിശദീകരിക്കുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു നഴ്സ് അവരെ നല്ല രീതിയിൽ അവർക്കൊരു മെഡിക്കൽ കെയർ കൊടുക്കാൻ അല്ലെങ്കിൽ മെഡിക്കൽ കെയർ നല്ല രീതിയിൽ സുഗമമാക്കി നൽകുന്നതിന് വേണ്ടി എന്തൊക്കെ നടപടിക്രമങ്ങളിലൂടെ പോകണമോ ആ നടപടിക്രമങ്ങളെല്ലാം കൃത്യമായിട്ട് അവരതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഓക്കെ അല്ലേ? അപ്പൊ നഴ്സിംഗ് നോട്ട് തയ്യാറാക്കുന്ന നേഴ്സാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, ഓരോരുത്തരും തയ്യാറാക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടായിരിക്കുമല്ലോ. അപ്പൊ നേഴ്സ് തയ്യാറാക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഇൻക്ലൂഡ് ദ നേഴ്സ് ഒബ്സർവേഷൻ ഓഫ് ദ പേഷ്യന്റ്. ആ പേഷ്യന്റിനെ നിരീക്ഷിച്ച് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ ആ നഴ്സിംഗ് നോട്ടുകളിൽ രേഖപ്പെടുത്താറുണ്ട്. അതുപോലെ അവർക്ക് കൊടുക്കുന്ന കെയർ ആൻഡ് ട്രീറ്റ്മെന്റ്, അവർക്ക് എന്തൊക്കെ പരിചരണങ്ങളാണ് കൊടുത്തിട്ടുള്ളത്, എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് കൊടുത്തിട്ടുള്ളത്, അതെല്ലാം കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കും. given to the patient and the patient responds to the treatment. ആ ഒരു ട്രീറ്റ്മെന്റിനോടുള്ള ആ പേഷ്യന്റിന്റെ പ്രതികരണം എങ്ങനെയാണ്, ഇത് കൊടുത്തപ്പോ അവർക്ക് ഇങ്ങനെ ഭേദപ്പെട്ടോ ഈ ബുദ്ധിമുട്ടുകള് മറ്റുള്ള ബുദ്ധിമുട്ടുകൾ കുറവുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് അങ്ങനെയുള്ള പ്രതികരണങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ എഴുതി രേഖപ്പെടുത്തി വെക്കും. ആ which narrates the patient's requirements, problems, capabilities and limitations in respect of the patient behavior. ആ പേഷ്യന്റിന്റെ ബിഹേവിയർ അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട് ആ പേഷ്യൻസിന്റെ ആവശ്യകതകള്, അവരുടെ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്, അവരുടെ കഴിവുകള്, അതുപോലെ അവരുടെ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ പരിമിതികള് മുതലായ കാര്യങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ദിസ് ഡോക്യുമെന്റ് ഇൻക്ലൂഡ് സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് നഴ്സിംഗ് മെഷേഴ്സ് വിച്ച് ഹാസ് ടു ബി ടേക്കൺ ടു ഫെസിലിറ്റേറ്റ് ദ മെഡിക്കൽ കെയർ പ്രൊവൈഡർ. അവർ കൊടുക്കുന്ന മെഡിക്കൽ കെയർ അല്ലെങ്കിൽ വൈദ്യപരിചരണം കുറച്ചും കൂടി സുഗമമാക്കുന്നതിന് വേണ്ടി എന്തൊക്കെ രീതിയിലുള്ള നടപടിക്രമങ്ങളാണോ ആ നഴ്സ് സ്വീകരിക്കേണ്ടത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ആ ഒരു നഴ്സിംഗ് നോട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ക്ലിയർ ആണോ നഴ്സിംഗ് നോട്ട്? ഓക്കെ ആണോ? ഓക്കെ, അടുത്തതാണ് TPR ചാർട്ട്.
പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും അതെ. TPR ചാർട്ട് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ, പൾസ്, respiration. Temperature, pulse, respiration and blood pressure measurements are listed in this form. നമ്മൾ അവരുടെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാറുണ്ട്, പൾസ് ചെക്ക് ചെയ്യാറുണ്ട്, റെസ്പിറേഷൻസ് ചെക്ക് ചെയ്യാറുണ്ട്, അതുപോലെ ബ്ലഡ് പ്രഷർ മുതലായ കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അളക്കാറുണ്ട് അല്ലെ, ചെക്ക് ചെയ്യാറുണ്ട്. അതെല്ലാം ഈ ഒരു ഫോമിൽ രേഖപ്പെടുത്താറുണ്ട്. അടുത്തതാണ് മെഡിക്കേഷൻ ഷീറ്റ്. മെഡിക്കേഷൻ ഷീറ്റ് എന്ന് പറഞ്ഞാൽ ആ പേരിൽ നിന്ന് തന്നെ അറിയാലോ, മരുന്ന് വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും അല്ലെ. It provides documentation of the medicines given orally, typically by inhalation and infusion. എന്താ നമ്മൾ എങ്ങനെയൊക്കെയാ മെഡിസിൻസ് കൊടുക്കാറ്, എങ്ങനെയൊക്കെ നമുക്ക് മെഡിസിൻസ് നമ്മുടെ ബോഡിയിലുള്ളിലേക്ക് കഴിക്കാൻ പറ്റും. ഒന്നിനെയും നമുക്ക് ഓറലി നമുക്ക് കഴിക്കാം അല്ലെ, നമ്മുടെ വായിലൂടെ അല്ലെങ്കിൽ മൗത്തിലൂടെ നമ്മൾ കഴിക്കാറുണ്ട്. അല്ലെങ്കിലോ ഇൻഹലേഷൻ, ഇപ്പൊ നമുക്ക് ശ്വസനവും റെസ്പിറേറ്ററി പ്രോബ്ലം ഉള്ളവരൊക്കെ ആണെങ്കിൽ അവർക്ക് ഇഞ്ചക്ഷനിലൂടെ നമുക്ക് കൊടുക്കാം. അതാണ് ഇൻഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇഞ്ചക്ഷനിലൂടെ നമുക്ക് കൊടുക്കാൻ പറ്റും. ദെൻ ഇൻഹലേഷൻ, ശ്വസനവും ശ്വസിച്ചുകൊണ്ട് നമുക്ക് ഇപ്പൊ ആസ്മയൊക്കെ ഉള്ള പേഷ്യൻസ് ആണ്, അവർ മരുന്ന് എങ്ങനെയൊക്കെ എടുക്കുന്നവര്, അവരെങ്ങനെയാ മരുന്ന് എടുക്കുന്നത്? ശ്വസിച്ചുകൊണ്ടല്ലേ അവർ ചില മരുന്ന് സ്പ്രേ ചെയ്തുകൊണ്ടൊക്കെ, അത് ശ്വസിക്കുന്നതിലൂടെയല്ലേ അവർക്ക് അത് ഉള്ളിലേക്ക് കിട്ടുന്നേ. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് ഏത് രീതിയിലാണോ മരുന്ന് നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്തത്, ഇൻഹേലേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ, അപ്പൊ അങ്ങനെയുള്ള ഏത് രീതിയിലാണോ നമ്മൾ മരുന്നുകൾ കൊടുക്കുന്നത് അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. രണ്ടാമത്തത് ഏത് ദിവസത്തില് ഏത് സമയത്താണ് നമ്മൾ മരുന്ന് കൊടുത്തത് അല്ലെ, ഒരു സമയമുണ്ട് അല്ലെ, കൃത്യമായിട്ടുള്ള സമയങ്ങളും കാര്യങ്ങളും അനുസരിച്ച് ആ മരുന്ന് കൊടുക്കാൻ പറ്റുള്ളൂ. ഏത് ഒരു ദിവസം ഒരു ഡേറ്റില്, ആ ഡേറ്റില് നമ്മൾ ഏത് സമയത്ത് അവർക്ക് മരുന്ന് കൊടുത്തു, ഏത് മരുന്നാണ് കൊടുത്തത്, അതായത് നെയിം ഓഫ് ഡ്രഗ്, ഏത് മരുന്നാണ് നമ്മൾ കൊടുത്തത്, എത്ര ഡോസിലാണ് കൊടുത്തത്, ബൈ വിച്ച് ഇറ്റ് വാസ് ഗിവൺ, ഏത് വഴിയിലൂടെ, ഇപ്പൊ നമുക്കറിയാം ഒരു ഇഞ്ചക്ഷനിലൂടെ കൊടുത്തതാണോ, അല്ലെങ്കിൽ ഒരു ഇൻഹലേഷനിലൂടെയാണോ കൊടുത്തത്, അല്ലെങ്കിൽ ഓറലി ആണോ നമ്മൾ അവർക്ക് കൊടുത്തത്, ഏത് റൂട്ടാണെങ്കിൽ ഏത് വഴിയാണ് നമ്മൾ ആ മരുന്ന് കൊടുക്കാൻ സ്വീകരിച്ചത്, അത് രേഖപ്പെടുത്തണം. Documented after the death has administered. ഇനി എന്താ എപ്പോഴാണ് രേഖപ്പെടുത്തി വെക്കേണ്ടത്? മരുന്ന് നൽകിയ ശേഷമാണ് നമ്മൾ ഇത് രേഖപ്പെടുത്തി വെക്കേണ്ടത്. ഒരു ഡോക്ടർ, ഒരു നഴ്സ് മരുന്ന് കൊടുക്കുമ്പോൾ അവർ ആ മരുന്ന് നൽകിയ ശേഷം ഏത് മരുന്നാണോ കൊടുത്തത്, ഏത് ദിവസം, ഏത് സമയത്ത്, ഏത് മരുന്നാണോ കൊടുത്തത്, അതുപോലെ അത് എത്ര ഡോസിൽ കൊടുത്തു, ഏത് വഴിയിലൂടെ, ഇപ്പൊ ഓറലി ആണോ, ഇൻഹലേഷൻ വഴിയാണോ, അല്ലെങ്കിൽ ഇൻഫ്യൂഷൻ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻസ് വഴിയാണോ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് ആ മരുന്ന് കൊടുത്തതിന് ശേഷം രേഖപ്പെടുത്തി വെക്കുന്നതിന്റെ ഡേറ്റാസിനെയാണ് മെഡിക്കേഷൻ ഷീറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ ആണോ അത്? ഓക്കെ. അടുത്തത് മിസ്സലേനിയസ് റിപ്പോർട്ട്, അതായത് വിവിധ റിപ്പോർട്ടുകൾ. ഇതങ്ങനെ ഇന്ന പർട്ടിക്കുലർ റിപ്പോർട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതായത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കുറെ കെയർ യൂണിറ്റുകൾ ഉണ്ട് ഹോസ്പിറ്റലിൽ അല്ലെ. ഇപ്പൊ നമ്മുടെ ICU, CCU, നമ്മുടെ കാർഡിയാക് കെയർ യൂണിറ്റ് അല്ലെങ്കിൽ കൊറോണറി കെയർ യൂണിറ്റുകൾ, അങ്ങനെയുള്ള കുറച്ച് കെയർ യൂണിറ്റുകൾ അല്ലേ, NICU മുതലായിട്ടുള്ളവ, ട്രോമ ICU അങ്ങനെയൊക്കെ പറയുന്നത്, അതൊരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് അല്ല, അതൊരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കെയർ യൂണിറ്റുകളാണ് ഹോസ്പിറ്റലിലുള്ളത്, ആണോ അല്ലെ? അപ്പൊ അതിന്റെയൊക്കെ റിപ്പോർട്ടുകളൊക്കെയാണ് ഈ മിസ്സലേനിയസ് റിപ്പോർട്ടുകളിൽ വരുന്നത്. വിവിധ റിപ്പോർട്ടുകൾ എന്നുള്ള അർത്ഥമാണ് മിസ്സലേനിയസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ. അപ്പൊ അതൊരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് കാര്യങ്ങളോ അല്ല, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കെയർ കൊടുക്കുന്ന യൂണിറ്റുകൾ ആയതുകൊണ്ട് അതിന്റെയൊക്കെ റിപ്പോർട്ടുകൾ നമ്മൾ മിസ്സലേനിയസ് റിപ്പോർട്ടുകളിലാണ് സൂക്ഷിക്കുക. ക്ലിയർ ആണോ? അത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാനുള്ളൂ കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ. അടുത്ത ഒരെണ്ണം കൂടി നമുക്ക് നോക്കിയിട്ട് വരാം. ഫിസിക്കൽ തെറാപ്പി. എന്താ ഫിസിക്കൽ തെറാപ്പിയില്? നമ്മുടെ ഒരു പേഷ്യന്റിന് ഒരു ഹോസ്പിറ്റലിലേക്ക് വന്നു, ആ പേഷ്യന്റ് നോർമൽ സ്ഥിതിയിലേക്ക് ആവണമെങ്കിൽ ചിലപ്പോൾ ട്രീറ്റ്മെന്റുകൾ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. നമ്മൾ കുറെ ഫിസിക്കൽ തെറാപ്പികളൊക്കെ ചെയ്യാറുണ്ട് അല്ലെ. എന്നാലല്ലേ അവരെ ഒരു നോർമൽ ആയിട്ടുള്ള ആക്ടിവിറ്റികൾ ചെയ്യാനായിട്ട് പ്രാപ്തരാകുള്ളൂ, അല്ലെങ്കിൽ നോർമൽ കണ്ടീഷനിലേക്ക് തിരിച്ചു വരണമെങ്കിൽ ചിലപ്പോൾ അവർക്ക് എക്സസൈസുകളിലൂടെ ആയിരിക്കാം അവർക്ക് നിർദ്ദേശിക്കുന്നത് അല്ലെ. ചില ആളുകൾക്ക് എക്സസൈസ് നിർദ്ദേശിക്കാറുണ്ട്, ചില ആളുകൾക്ക് ഹീറ്റ്. ഇപ്പൊ നമ്മുടെ എക്സസൈസ് തന്നെ ഇപ്പൊ പല ഫിസിയോതെറാപ്പി സെന്ററുകളും ചൂട് കൊടുത്ത്, അല്ലെങ്കിൽ കോൾഡ്, ചില ആളുകൾക്ക് തണുപ്പ് കൊടുത്തുകൊണ്ടാവാം, അല്ലെങ്കിൽ വാട്ടർ, ഇലക്ട്രിസിറ്റി, അതുപോലെ അങ്ങനെ അതെ ഡിസ്കംപ്ലൈന്റ് ഉള്ളവർക്കൊക്കെ നോക്കാം. അതുപോലെ തന്നെ അൾട്രാസൗണ്ട് ആയിട്ടുള്ള രീതിയിലുള്ള സ്കാനിങ്ങും കാര്യങ്ങളും ചെയ്തോ അങ്ങനെ എന്തെങ്കിലും ഫിസിക്കൽ ആയിട്ടുള്ള മറ്റു പല രീതികൾ ഉപയോഗിച്ചുകൊണ്ട് ഫിസിക്കൽ തെറാപ്പികളൊക്കെ ചെയ്തിട്ട് നമുക്ക് അവരെന്ത് ചെയ്യണം, ബ്രിങ് ബാക്ക് ചെയ്യണം, അവര് നോർമൽ ആയിട്ടുള്ള ഒരു
ഒരു ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മൾ അവർക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റുകളാണോ ഫിസിക്കൽ തെറാപ്പിയിലൂടെ കൊടുക്കുന്നത് അതുമായി ബന്ധപ്പെട്ട അസസ്മെന്റ്. കാരണം അവർക്ക് ഈ തെറാപ്പി കൊടുത്ത് അല്ലെങ്കിൽ എക്സസൈസ് ചെയ്താൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ട് കാണുമല്ലോ അല്ലെ. ആ മാറ്റങ്ങൾ ഉണ്ടാവുമ്പോഴല്ലേ നമുക്ക് മനസ്സിലാവും ഈ ഒരു തെറാപ്പി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റ് ഫലപ്രദമാണെന്ന്. അപ്പൊ അത് കൃത്യമായിട്ട് വിലയിരുത്തുകയും രേഖപ്പെടുത്തുകയും ചെയ്യുന്നതിനെയാണ് ഫിസിക്കൽ തെറാപ്പി റിപ്പോർട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാൻ മാത്രമേ ഉള്ളൂ. കുറെ എക്സ്പ്ലെയിൻ ചെയ്തതൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഭാഷയിൽ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കും. It gives a description of the assessment and the treatment, which include the use of exercise, heat, cold water, electricity, ultrasound, and physical means to bring back the patient to useful activity. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രവർത്തനം ചെയ്യാൻ, അല്ലെങ്കിൽ നല്ല നോർമൽ ആയിട്ടുള്ള രീതിയിൽ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരു പേഷ്യന്റിനെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ഫിസിക്കൽ രീതികൾ ഉപയോഗിക്കുന്നുണ്ടോ, അതുപോലെ എക്സസൈസ് ആവാം, ഹീറ്റ് കൊടുത്തുകൊണ്ടാവാം, കോൾഡ് കൊടുത്തുകൊണ്ടാവാം, അതിനേതും ആയിക്കോട്ടെ, ഏത് ഫിസിക്കൽ രീതികളിലൂടെ നമ്മുടെ ആ ഒരു പേഷ്യന്റിനെ ബാക്ക് ചെയ്ത് നോർമലിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ ഏത് ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടോ അതുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റുകളോ അതിനെ വിലയിരുത്തുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുമാണ് ഫിസിക്കൽ തെറാപ്പി റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഓക്കെ ആണല്ലോ? അത്രയും വരെയും നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഒന്ന് വായിച്ചിട്ട് വരണം കേട്ടോ. അപ്പൊ നമ്മള് ഇന്നിവിടെ നിർത്തുകയാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.